السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ, നമ്മൾ ഉംദത്തുൽ അഹ്കാമിൽ ബാബു സുഫൂഫാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ആരംഭിച്ചത്. നിസ്കാരത്തിലെ സൊഫ് കെട്ടുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട വിധിവിലക്കുകൾ ഉൾക്കൊള്ളുന്ന ഹദീസുകളാണ് ഈ അധ്യായത്തിലുള്ളത്. നാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു 2 ഹദീസുകൾ കൂടി ഈ അധ്യായത്തിലുണ്ട്. അതാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ വായിക്കാൻ ആരംഭിക്കുന്നത്. عن أنس بن مالك رضي الله عنه أن جدته مليكة دعت رسول الله صلى الله عليه وسلم لطعام صنعته فأكل منه ثم قال قوموا فلأصلي لكم. قال أنس فقمت إلى حصير لنا قد اسود من طول ما لبس فنضحته بماء فقام عليه رسول الله صلى الله عليه وسلم وصففت أنا واليتيم وراءه والعجوز من ورائنا فصلى لنا ركعتين ثم انصرف. ഇമാം ബുഖാരി റിവായത്ത് ചെയ്ത ഭാഗമാണിത്. വലി മുസ്ലിമിൻ എന്നാൽ ഇമാം മുസ്ലിമിന്റെ റിവായത്തിൽ ഇതുകൂടിയുണ്ട്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സല്ല ബിഹി വബി ഉമ്മിഹി ഫഅഖാമനി അൻ യമീനിഹി വഅഖാമൽ മർഅത ഖൽഫനാ എന്നതുകൂടി കാണാൻ സാധിക്കും. സഫുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന ഒരു ഹദീസാണിത്. എന്താണ് ഇതിലുള്ളത്? അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 10 വർഷത്തോളം ഖിദ്മത്ത് എടുത്ത വളരെ ശ്രേഷ്ഠനായിട്ടുള്ള ഒരു സഹാബിയാണ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. നമ്മൾ അദ്ദേഹത്തിന്റെ ചരിത്രം പലപ്പോഴും കേട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വേണ്ടി ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും പിന്നീട് പിൽക്കാലത്ത് ഒരുപാട് സന്താനങ്ങളും സമ്പത്തുമെല്ലാം അദ്ദേഹത്തിന് ലഭിക്കുകയും എല്ലാം ചെയ്തത് നമ്മൾ അറിഞ്ഞിട്ടുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോൾ ചെറിയ വയസ്സ് മാത്രമാണ് അദ്ദേഹത്തിന് പ്രായമായി ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലംക്ക് ഖിദ്മത്ത് ചെയ്യുന്നതിന് വേണ്ടി വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അവിടെ കൊണ്ടാക്കിയതാണ്. അങ്ങനെ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ ധാരാളം ഖിദ്മത്തുകൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ വാക്കുകൾ നമുക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും എനിക്കൊരിക്കൽ പോലും ഞാൻ ചെയ്ത എന്തെങ്കിലുമൊക്കെ ഒരു പ്രവൃത്തിയുടെ പേരിൽ നീ എന്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്ന് ആക്ഷേപിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യാത്തതിന്റെ കാരണത്തിൽ നീ എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് കോപിക്കുകയോ ചെയ്യുന്ന ഒരു പ്രവൃത്തിയും ഒരു സംസാരവും അവിടുന്ന് ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തി നമുക്കറിയാം. അദ്ദേഹത്തിന്റെ ഉമ്മയുടെ ഉമ്മയാണ് മുലൈക്ക റളിയല്ലാഹു അൻഹ. അതാണ് ഇതിൽ പറയുന്നത്. അന്ന ജദ്ദതഹു മുലൈക്ക, നബി സല്ലല്ലാഹു അഥവാ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുയുടെ ഉമ്മയായ ഉമ്മു സുലൈമിന്റെ ഉമ്മ മുലൈക്ക റളിയല്ലാഹു അൻഹ ദഅത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിതആമിൻ സനഅത്ഹു. അവരുണ്ടാക്കിയ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി ഒരു ഭക്ഷണം തയ്യാറാക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വീട്ടിലേക്ക് ക്ഷണിക്കുകയുണ്ടായി. ഫഅകല മിൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്ന് ഭക്ഷിച്ചു. സുമ്മ ഖാൽ, ശേഷം പറഞ്ഞു, ഖൂമു ഫലിഉസല്ലി ലക്കും, നിങ്ങൾ എഴുന്നേൽക്കൂ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഇമാമായി നിസ്കരിക്കാം. ഖാല അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഫഖുംതു ഇലാ ഹസീരിൻ ലനാ, ഞാൻ നമുക്കുണ്ടായിരുന്ന നിസ്കരിക്കാനുണ്ടായിരുന്ന ഈന്തപ്പന ഓല കൊണ്ടുണ്ടാക്കിയ ഒരു പായയുണ്ട്, അത് വിരിച്ചുകൊണ്ട് ഞാൻ അതെടുക്കുവാൻ എഴുന്നേറ്റു. ആ പാഴയാകട്ടെ കദിസ്വദ്ദമിൻ തൂലി മാലുബിസ്, ദീർഘകാലം അത് ഉപയോഗിച്ചതിന്റെ കാരണത്താൽ അതിങ്ങനെ കറുത്ത് പോയിട്ടുണ്ട്. ഫനദഹ്തുഹു ബിമാഇൻ, വെള്ളം കൊണ്ട് ഞാൻ അതിൽ കുടഞ്ഞു. ഫഖാമ അലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റു. വസഫഫ്തു അന വൽ യതീമു വറാഅഹു, ഞാനും യതീമായ ഒരു കുട്ടിയുമുണ്ട് അവിടെ, അദ്ദേഹവും ആ കുട്ടിയും പുറകിൽ സഫായി നിന്നു. വൽ അജൂസു മിൻ വറാഇന, വൃദ്ധയായ എന്റെ ഉമ്മയുടെ ഉമ്മ മുലൈക റളിയല്ലാഹു അൻഹ അവർ ഞങ്ങളുടെ പുറകിലും നിന്നു. ഫസല്ല ലനാ റക്അതൈൻ, അങ്ങനെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം നിസ്കരിച്ചു. സുമ്മ അൻസറഫ, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിന്നും പിരിഞ്ഞുപോയി. ഇമാം മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസിലുണ്ട് സല്ല ബിഹി വബി ഉമ്മിഹി, എന്നെയും
അദ്ദേഹത്തിന്റെ ഉമ്മയും കൊണ്ട് നിസ്കരിച്ചു. ഫഅഖാമനി അൻ യമീനിഹി, എന്നിട്ട് എന്നെ വലതുഭാഗത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർത്തിച്ചു. വഅഖാമൽ മർഅത ഖൽഫന, മർഅ അഥവാ ഈ സ്ത്രീ അവർ പുറകിൽ നിൽക്കുകയും ചെയ്തു എന്നതാണ് ഈ ഹദീസിലുള്ളത്. ഇൻഷാ അല്ലാഹ് നമുക്കത് വിശദീകരിക്കാം. ഇതിൽ ആദ്യമായി പറഞ്ഞു ദഅത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിതആമിൻ സനഅത്ഹു. ഈ മുലൈക റളിയല്ലാഹു അൻഹ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി ക്ഷണിച്ചു. എന്ത് ഭക്ഷണമാണ് എന്നൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല, നമ്മുടെ ചർച്ചാ വിഷയവും അതല്ല. ഒരു ഭക്ഷണം ഉണ്ടാക്കി വീട്ടിലേക്ക് ക്ഷണിക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്ന് ഭക്ഷിച്ചതിന് ശേഷം പറഞ്ഞു ഖൂമു ഫലി ഉസല്ലി ലക്കും, നിങ്ങൾ എഴുന്നേൽക്കുക, നമുക്കിനി ജമാഅത്തായി നിസ്കരിക്കാമെന്ന് പറഞ്ഞു. ഇതേ സമാനമായ ഒരു സംഭവം നമുക്ക് ഇത്ബാൻ ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിലും കാണാൻ സാധിക്കും. എന്താണ് ഇത്ബാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിലുള്ളത്? അദ്ദേഹം ഒരു അന്ധനായ സഹാബിയായിരുന്നു. അദ്ദേഹത്തിന് മസ്ജിദിലേക്ക് വരാൻ സാധിക്കുകയില്ല, കുറച്ച് വീട് അല്പം ദൂരെയാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അദ്ദേഹം വീട്ടിലേക്ക് ക്ഷണിക്കുകയുണ്ടായി. ഒരു സ്ഥലത്ത് വെച്ച് താങ്കൾ ഞങ്ങൾക്ക് വേണ്ടി നിസ്കരിക്കണം, പിന്നീട് എന്റെ വീട്ടിലൊരു മുസല്ലയായിട്ട്, വീട്ടിൽ നിന്ന് നിസ്കരിക്കാൻ ഒരു മുസല്ലയായിട്ട് തിരഞ്ഞെടുക്കാം എന്നതിനു വേണ്ടി അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ക്ഷണിക്കുകയുണ്ടായിരുന്നു. അന്ന് വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം നിസ്കരിക്കുകയും പിന്നീട് ഭക്ഷണം കഴിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയുടെ ഉമ്മയായ മുലൈക റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ വന്നപ്പോൾ ഈ ഹദീസിൽ വന്നത് ആദ്യം ഭക്ഷണം കഴിക്കുകയും പിന്നീട് നിസ്കരിക്കുകയുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പണ്ഡിതന്മാർ പറയുന്നു, എന്താണ് ഈ രണ്ട് ഖിസ്സയിലും അങ്ങനെ നിസ്കരിച്ചത്? ഒന്നിൽ ഭക്ഷണത്തിന് ശേഷം, ഒന്നിൽ ഭക്ഷണത്തിന് മുമ്പ്. അതിന് കാരണമായി പറഞ്ഞത് അവരെന്തിനാണോ ക്ഷണിച്ചത് അതിനെ ആദ്യം പരിഗണിച്ചുകൊണ്ടാണ്. ഇവിടെ ഈ ഹദീസിൽ ഭക്ഷണത്തിന് വേണ്ടി ക്ഷണിച്ചതാണ്, ഭക്ഷണം ഉണ്ടാക്കി അതിനുവേണ്ടി ക്ഷണിച്ചതാണ്. അതുകൊണ്ട് തന്നെ ആദ്യം പോയി ആ ഭക്ഷണം കഴിച്ചു, എന്നിട്ട് അവർക്ക് വേണ്ടി നിസ്കരിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ഇത്ബാൻ ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ക്ഷണിച്ചത് ഭക്ഷണത്തിനായിരുന്നില്ല, മറിച്ച് അവിടെ അദ്ദേഹത്തിന് വേണ്ടി ഒരു മുസല്ലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ ആരംഭിച്ച് അങ്ങനെ നിസ്കരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ ആദ്യം നിസ്കരിച്ചു, ശേഷം അവിടെ ഉണ്ടായിരുന്ന ഭക്ഷണം കഴിക്കുകയാണ് ഉണ്ടായിരുന്നത്. അതാണ് അത് രണ്ടിലും നിസ്കാരം അങ്ങോട്ടും ഇങ്ങോട്ടുമായി മാറി വന്നത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. ഫലി ഉസല്ലി ലക്കും, ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിസ്കരിക്കാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും അങ്ങനെ നിസ്കരിക്കാൻ ഒരുങ്ങുകയും ചെയ്തു. അത് അവർക്ക് വേണ്ടി നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ അവരെയും കൂടി കൂട്ടി ജമാഅത്തായി നിസ്കരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശം. ഫഖുംതു ഇലാ ഹസീരിൻ ലനാ ഖദ് ഇസ്വദ്ദ മിൻ തൂലി മാ ലുബിസ്. അനസ് ബിൻ മാലിക് പറഞ്ഞു, ഫഖുംതു ഇലാ ഹസീരിൻ ലനാ, ഞങ്ങളടുത്തുണ്ടായ ഒരു ഹസീർ. ഹസീർ എന്ന് പറഞ്ഞാൽ ഈന്തപ്പന ഓല കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന പായയാണ്. നമ്മുടെ നാട്ടിൽ പല കാര്യങ്ങൾ കൊണ്ട് പായ ഉണ്ടാക്കാറുണ്ട്. അതുപോലെ അന്നൊക്കെ നിസ്കരിക്കാനും അതുപോലെ കിടക്കുവാനും ഇരിക്കാനും ഒക്കെ അവരുപയോഗിച്ച പായ എന്ന് പറയുന്നത് ഈന്തപ്പന ഓല മെനഞ്ഞുണ്ടാക്കിയ അങ്ങനെയുള്ള പായയാണ്. ഇതിൽ നിന്ന് പണ്ഡിതന്മാർ പറയുന്ന സഹാബത്തിന്റെ ദാരിദ്ര്യമാണ് കാണിക്കുന്നത്. കാരണം അതിൽ പറയുന്നുണ്ട് ഖദിസ്വദ്ദ മിൻ തൂലി മാ ലുബിസ്, ഒരുപാട് കാലം ഉപയോഗിച്ച് അത് കറുത്തുപോയിട്ടുണ്ട്. സാധാരണ ഇത്തരം പായകൾ ഇങ്ങനെ ഒരുപാട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് കറുത്തുപോകും. അങ്ങനെ ദീർഘമായി ഉപയോഗിച്ചിട്ട് അത് കറുത്തുപോയിട്ടുണ്ട്. അങ്ങനെ ഒരു പായ പോലും രണ്ടാമതൊന്ന് വാങ്ങാൻ അവരുടെ അടുത്ത് അതിനുള്ള സമ്പത്ത് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് ചിലപ്പോൾ അത് ചിന്തിക്കാൻ പറ്റുന്നുണ്ടാവില്ല. സഹാബത്തിന്റെ ഒക്കെ അവസ്ഥ അങ്ങനെയാണ്. അവരിൽ എല്ലാവരും എല്ലാ ദിവസവും ഭക്ഷണം കഴിച്ചിരുന്നില്ല. ഇനി ഭക്ഷണം കഴിക്കുന്ന ദിവസം തന്നെ എല്ലാ നേരവും നമ്മളെ പോലെ ഇങ്ങനെ കഴിച്ചിരുന്നില്ല. അവർക്കുണ്ടായിരുന്നു വസ്ത്രം കുറവായിരുന്നു, അവരുടെ പലരുടെയും വീട്ടിൽ വെളിച്ചമുണ്ടായിരുന്നില്ല. അതുപോലെയുള്ളൊരു കാര്യമാണിത്. അവർക്ക് നിസ്കരിക്കാനുണ്ടായിരുന്ന ഒരൊറ്റ പായയാണ്. ചിലപ്പോൾ അതിൽ തന്നെ ആയിരിക്കാം അവർ കിടക്കുന്നത്, ഇരിക്കുന്നത്. അതുകൊണ്ട് ദീർഘമായി അത് ഉപയോഗിച്ചത് കാരണത്താൽ അത് കറുത്ത് ഇരുണ്ടുപോയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിങ്ങനെ കറുത്ത് ഇരുണ്ടുപോയിട്ടുണ്ട്, വളരെ പഴകിയിട്ടുണ്ട് എന്നർത്ഥം. എന്നിട്ട് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുന്നതിന് മുമ്പ് ഫനലഹ്തുഹു ബിമാഇൻ, അല്പം വെള്ളം എടുത്തൊന്ന് കുടഞ്ഞു. പണ്ഡിതന്മാർ പറയുന്നു എന്തിനു വേണ്ടിയിട്ടാണ്? കാരണം ഇത് ഒരുപാട് പഴയതായി കഴിഞ്ഞാൽ പിന്നീട് അത് വളരെ പരുക്കനായി തീരും. അപ്പൊ അതിൽ നിന്നും വരുന്ന പ്രത്യേകിച്ച് മീന്തപ്പന ഓലയുടേത് ശരീരത്തിൽ തറക്കുകയൊക്കെ ചെയ്യും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുക്കുന്ന സമയത്ത് അങ്ങനെ ഒരു പ്രയാസം ഉണ്ടാക്കാൻ പാടില്ല. അതിൽ സുജൂദൊക്കെ ചെയ്യാനുള്ളതാണ്, അവിടുത്തെ ആദരവായ മുഖമൊക്കെ അതിൽ പതിക്കാനുള്ളതാണ്. അതുകൊണ്ടൊരു പ്രയാസം ഉണ്ടാകാൻ പാടില്ല എന്ന നിലക്ക് അല്പം അതിലുള്ള പൊടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോകണം. അതുപോലെ അതൊന്ന് സോഫ്റ്റ് ആകണം, മൃദുലമാകണം എന്നുള്ള ഉദ്ദേശത്തിൽ വെള്ളം കൊണ്ട് അല്പം തളിക്കുകയുണ്ടായി.
എന്നിട്ട് നിസ്കരിച്ച കാര്യം പറയുന്നു. ഫഖാമ അലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചു, നിന്നു. വസഫഫ്തു അന വൽ യതീമു വറാഅഹു, ഞാനും യതീമും അദ്ദേഹത്തിന്റെ പിന്നിലായിക്കൊണ്ട് ഒരു സഫിൽ നിന്നു. വൽ അജൂസു മിൻ വറാഇന, അഥവാ ഉമ്മയുടെ ഉമ്മ അവർ ഞങ്ങളുടെ പുറകിൽ. അജൂസ് എന്ന് പറഞ്ഞാൽ വൃദ്ധയായ സ്ത്രീ എന്നാണ് അർത്ഥം. അവർ ഞങ്ങളുടെ പുറകിൽ നിന്നു. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിൽ 2 സഫ് ഉണ്ടായിരുന്നു. ഒരു സഫിൽ അനസ് ബിൻ മാലിക്കും ഒരു കുട്ടിയും, പുറകിൽ ഒരു സ്ത്രീ. അങ്ങനെയാണ് സഫ് ഉണ്ടായിരുന്നത്. ഫസല്ല ലനാ റക്അത്തൈൻ, അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടി 2 റക്അത്ത് നിസ്കരിച്ചു. എന്നാൽ ഇമാം മുസ്ലിമിന്റെ റിവായത്തിൽ നമ്മൾ കണ്ടത് സല്ല ബിഹി വബി ഉമ്മിഹി ഫഅഖാമനി അൻ യമീനിഹി വഅഖാമൽ മർഅ ഖൽഫന എന്നാണുള്ളത്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒപ്പം നിർത്തിയിട്ടാണ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഉള്ളത്. ആ യതീമിന്റെ കാര്യം പറയുന്നില്ല. അങ്ങനെ തൊട്ടുപുറകിലായിട്ട് ആ സ്ത്രീയെയും നിർത്തിയതായിട്ടാണ് ഉള്ളത്. ഇബ്നു ഉസൈമിൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, ഒന്നുകിൽ ഈ 2 റിവായത്തുകളും അത് വേറെ വേറെ സംഭവമായിരിക്കാം. ഒരു സാധ്യത അതാണ്. അതല്ല എങ്കിൽ ഈ 2 റിവായത്തുകളിൽ അഥവാ സ്വഹീഹായ റാവിമാരിൽ തന്നെ കൂടുതൽ അസഹായിട്ടുള്ള, ഏറ്റവും ലബ്തുള്ള, നന്നായി കഴിവുള്ള റാവിമാർക്കെതിരെയായിട്ട് ആരെങ്കിലും ചില കാര്യങ്ങൾ റിവായത്ത് ചെയ്താൽ അതിന് ഹദീസ് നിദാന ശാസ്ത്രത്തിൽ ഷാദായ ഹദീസ് എന്നാണ് പറയുക. അത് ഒരുപാട് സിഖത്തുകൾക്കെതിരെ സിഖത്തായ ഒരാൾ തന്നെ അതിനെതിരായിട്ട് റിവായത്ത് ചെയ്താൽ അതിനെ ഷാദ് എന്നാണ് പറയുക. അപ്പോൾ ആ നിലക്ക് ഏതാണ് ഷാദായത് എന്ന് നോക്കിയിട്ട് മറ്റേതിനെ പരിഗണിക്കാം എന്നതാണ് അദ്ദേഹം പറയുന്നത്. ഇതെല്ലാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹദീസ് തന്നെയാണ്. അതിൽ ചെറിയ ഈ ഒരു വിഷയത്തിൽ ഇങ്ങനെ ഒന്നുണ്ട് എന്നത് മാത്രമാണ്. ശരി, ഇനി ഹദീസിലുള്ള ഫവായിദാണ് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം അടുത്തതായിട്ട് പറയുന്നത്. ഒന്നാമതായിട്ട് തഅലീമു സ്വഹാബ ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹാബത്ത് എത്രമാത്രം ആദരിച്ചു എന്ന്. കാരണം ഇങ്ങനെ ധാരാളം നമുക്ക് കാണാൻ സാധിക്കും. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന വീട്ടിൽ നിന്ന് ക്ഷണിച്ചു, ഇന്ന വീട്ടിൽ നിന്ന് ക്ഷണിച്ചു. കാരണം ഓരോരുത്തർക്കും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ ആദരിക്കണം, എങ്ങനെ നല്ല ഭക്ഷണം കൊടുക്കണം, എങ്ങനെ നല്ല കാര്യങ്ങൾ തയ്യാറാക്കി കൊടുക്കണം എന്നതിനു വേണ്ടി മത്സരിക്കുകയായിരുന്നു. അവർക്ക് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഹുബ്ബ് കൊണ്ടാണ്, സ്നേഹം കൊണ്ടാണ് അവിടുന്ന് അങ്ങനെ ചെയ്തത് എന്ന് കാണാൻ സാധിക്കും. രണ്ടാമത്തത് ജവാസു ദഅവത്തിൽ മർഅ ലിർറജുലിൽ അജ്നബിയ അൻഹ, ഒരു അജ്നബിയായ മഹ്റമല്ലാത്തൊരു സ്ത്രീക്ക് ഒരു പുരുഷനെ എന്തെങ്കിലുമൊക്കെ ഭക്ഷണം ഉണ്ടാക്കി വീട്ടിലേക്ക് ക്ഷണിക്കാം. വലാകിൻ ഹാദ ലൈസ അല ഇത്ലാഖിഹി, പക്ഷെ അത് നിരുപാധികമല്ല. മറിച്ചോ അത് വലിയ ദീനിലൊക്കെ വലിയ ഇമാമത്തൊക്കെ ഉള്ള ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി, അല്ലെങ്കിൽ ആ നിലക്ക് വലിയ അറിയപ്പെടുന്ന വലിയൊരു പണ്ഡിതൻ, വലിയ ആ രൂപത്തിലുള്ള ഒരു പണ്ഡിതൻ, അങ്ങനെയുള്ള ആളുകളെയൊക്കെ ഒരു സ്ത്രീ ഒരു വീട്ടിലേക്ക് ക്ഷണിച്ചു. അപ്പോൾ ആളുകളുണ്ട്, സ്വാഭാവികമാണ്. അങ്ങനെയുള്ള നിലക്ക് വിളിക്കുകയാണ് എങ്കിൽ അതിൽ തെറ്റില്ല. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹറമല്ലാത്ത ഒരാളുടെ വീട്ടിൽ വന്നത് ആ നിലക്കാണ്. അതല്ലാതെ സാധാരണഗതിയിൽ ഒരു സ്ത്രീക്ക് ഒരു അന്യപുരുഷനെ വീട്ടിൽ വിളിച്ച് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് പാടില്ലാത്തതാണ്. അത് അറിയപ്പെട്ട കാര്യമാണ്. ഇതിൽ എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്ന് സംശയമുണ്ടെങ്കിൽ നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ, നാട്ടിൽ വലിയൊരു പണ്ഡിതനാണ് അദ്ദേഹം. വരുന്ന സമയത്ത് നാട്ടിൽ വൃദ്ധയായ ഒരു സ്ത്രീ അവരൊന്ന് വീട്ടിലേക്ക് ക്ഷണിച്ചു, ഒപ്പം 1-2 ആളുകളും ഉണ്ടെങ്കിൽ അങ്ങനെ ക്ഷണിക്കുകയാണെങ്കിൽ അതിൽ തെറ്റില്ല എന്നത് മാത്രമാണ് ഈ ഹദീസിലുള്ളത്. മൂന്നാമത്തെ ഫായിദ തവാളുഉൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിനയം. എന്താണത് പറയാൻ കാരണം? ഇവർ ഒരു ദരിദ്രയായ സ്ത്രീയാണ്. അവരുടെ വീട്ടിന്റെ അവസ്ഥ, അവിടെ ഉണ്ടായിരുന്ന ആ പായ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ആ രൂപത്തിലുള്ളൊരു സാധാരണ ഈന്തപ്പന ഓലയുടെ ഒരു പായ മാത്രമാണ് അവരുടെ കയ്യിലുള്ളത്. അത് തന്നെ മറ്റൊന്ന് രണ്ടാമതൊന്ന് വാങ്ങാൻ പോലും, ഒരു അതിഥി വന്നാൽ നല്ലതൊന്ന് കൊടുക്കാൻ പോലും അവരുടെ അടുത്തില്ല. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ വിളിച്ചാൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ക്ഷണം സ്വീകരിക്കാറുണ്ട്. ഇമാം ബുഖാരി റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ലൗ ദുഈതു ഇലാ ദിറാഇൻ ഔ ഖുറാഇൻ ലഅജബ്തു, എനിക്കൊരു ആട്ടിന്റെ എല്ലും കഷ്ണത്തിനോ അതിന്റെ കാൽഭാഗത്തുള്ള വല്ല എല്ലും കഷ്ണമൊക്കെ ഉണ്ടാക്കിയിട്ട് വേവിച്ചിട്ട് ഒരു കറിയാക്കിയിട്ട് ഒരാൾ ക്ഷണിച്ചാലും ഞാൻ ആ ക്ഷണം സ്വീകരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അല്ലെ, ഇത് ഇന്നത്തെ ഏതെങ്കിലുമൊക്കെ ഭരണാധികാരികൾക്ക് ഇത് ഉൾക്കൊള്ളാൻ പറ്റുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലാണ്. അതാണ് ഏറ്റവും വലിയ സ്ഥാനം. അതോടൊപ്പം മദീനയിലെ ഭരണാധികാരിയാണ്. അത്രയും വലിയ സ്ഥാനത്തുള്ള ശർഈയായിട്ടും ഖദരിയായിട്ടും വലിയ സ്ഥാനത്തുള്ള ആളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ഒരു സാധാരണ ഒരാൾ വിളിക്കുന്ന സമയത്ത് അവിടുന്ന് പോകുകയാണ്. അല്ല, ഇന്ന് അങ്ങനെ അത്ര വലിയൊരു ഭരണാധികാരിയാകണം പോലുമില്ല. നമ്മുടെ സ്റ്റാറ്റസിന് ഒക്കാത്ത ഒരാൾ, ഒരു സാധാരണക്കാരൻ വിളിച്ചു കഴിഞ്ഞ് ഒരു സാധാരണ നാട്ടിൽ കിട്ടുന്ന വളരെ ഒരു ദുർബലമായ ഒരു കറിയും ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയാൽ പലരും അത് സ്വീകരിക്കുക പോലുമില്ല. അതാണ് അവസ്ഥ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അങ്ങനെ ആര് വിളിച്ചു കഴിഞ്ഞാലും
അങ്ങനെ സ്വീകരിക്കുമായിരുന്നു, അവിടുന്ന് ഉപേക്ഷിക്കുമായിരുന്നില്ല എന്ന് കാണാൻ സാധിക്കും. ഇത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അങ്ങേയറ്റത്തെ വിനയമാണ് ഇത് കാണിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ സഹോദരങ്ങളെ, ഇങ്ങനെ ഉള്ള ദഅവത്തുകൾ അത് എപ്പോഴും നമുക്ക് സ്വീകരിക്കേണ്ടതുണ്ടോ? എപ്പോഴും സ്വീകരിക്കേണ്ടതില്ല. ദീനിന് അതിന്റെ അടിസ്ഥാനപരമായ ചില ഖായിദകളുണ്ട്. നിർബന്ധമായും സ്വീകരിക്കേണ്ട ചില ക്ഷണങ്ങളുണ്ട്. എന്നാൽ സ്വീകരിച്ചാൽ വളരെ മുസ്തഹബായി കൂലി കിട്ടുന്ന ചില ക്ഷണങ്ങളുണ്ട്. എന്നാൽ സ്വീകരിക്കൽ ഒഴിവാക്കലാകണം നല്ലത് എന്ന് പറയാൻ പറ്റുന്ന ചില ക്ഷണങ്ങളുണ്ട്. സ്വീകരിക്കൽ ഹറാമാകുന്ന ചില ക്ഷണങ്ങളുമുണ്ട്. അങ്ങനെ വ്യത്യസ്തമാണ്. എല്ലാ സമയത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ക്ഷണത്തിനും പോയിട്ടില്ല. കാരണം അവിടുത്തെ ചില മസ്ലഹത്തുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും എല്ലാവരും ക്ഷണിച്ചാൽ എപ്പോഴും നമുക്ക് പോയിക്കൊള്ളണമെന്നില്ല. കാരണം ദീനിൽ നമുക്ക് അതിനേക്കാളും വലിയ കാര്യങ്ങൾ ഉണ്ടാകും. ഇവിടെ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നുണ്ട്, പ്രത്യേകിച്ചും വിദ്യാർത്ഥികളായ ആളുകളൊക്കെ അവരെ രാത്രിയും മറ്റുമൊക്കെ ഒരുപാട് സമയം വൈകുന്ന രൂപത്തിലുള്ള ഏതെങ്കിലുമൊക്കെ സൽക്കാരത്തിന് ഒരാൾ വിളിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം കൊടുക്കണമെന്ന് അവർക്ക് നിർബന്ധമില്ല. കാരണം അതിനേക്കാളും വലിയ ഉത്തരവാദിത്വവും അതുപോലെയുള്ള കാര്യങ്ങളും അവർക്കുണ്ടാകുന്ന സമയത്ത് അത് അങ്ങനെയുള്ള സമയത്ത് അവർക്ക് നിരസിക്കാം, അത് പോകണമെന്നില്ല. അങ്ങനെ പാതിരാത്രി വരെ ഉണ്ടാകുന്ന പരിപാടികളിലെ ചില സ്ഥലത്തൊക്കെ എന്തെങ്കിലുമൊക്കെ പാർട്ടികൾ എന്നൊക്കെ പറഞ്ഞ ആളുകൾ രാത്രി 12 മണിയായാലും 1 മണിയായാലും ഒക്കെ തീരില്ല. ആ രൂപത്തിലുള്ള ക്ഷണമായിരിക്കും. ചിലപ്പോൾ ഭക്ഷണം വിളമ്പുന്നത് തന്നെ 11 മണിയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും. അപ്പൊ അങ്ങനെ എല്ലാ ക്ഷണത്തിനും പോകണമെന്ന് നിർബന്ധമില്ല. പ്രത്യേകിച്ചും പിറ്റേ ദിവസത്തെ നമ്മുടെ ഫജ്ർ നിസ്കാരം വരെ അത് നമ്മൾ ഉറങ്ങിപ്പോകുന്ന അവസ്ഥയിലുള്ള ക്ഷണമൊക്കെ ആരെങ്കിലും ക്ഷണിച്ചാൽ അത് നമുക്ക് പോകണമെന്ന് നിർബന്ധമില്ല. സഹോദരങ്ങൾ, നിർബന്ധമായി നമ്മൾ പോകേണ്ടത് എന്താണ്? വലീമകൾക്കാണ്. ഒരാളൊരു നിക്കാഹിന്റെ വലീമക്ക് വിളിച്ചു, നമ്മുടെ ഒരു യാത്രാ പരിധിയുടെ ഉള്ളിൽ തന്നെയാണ്, ഒരു യാത്ര ചെയ്തൊന്നും പോകണ്ട, നമ്മുടെ സ്വന്തം നാട്ടിൽ തന്നെയാണ് എങ്കിൽ അവിടെ മറ്റു മുൻകറാത്തുകളൊന്നും ഇല്ല എങ്കിൽ നമ്മൾ പോകണം. അത് നമ്മൾ പോകേണ്ടത്, അതിൽ നമുക്ക് മടി കാണിക്കാൻ പാടില്ല. അതൊരു വാജിബായ ക്ഷണമായിട്ട് മനസ്സിലാക്കണം. അത് നമ്മൾ പോകുക തന്നെ വേണം. അവിടെ മറ്റു മുൻകറാത്തൊന്നുമില്ല, അടുത്ത് തന്നെയാണ്. എന്നാലും ചില ആളുകൾക്ക് മടിയായിരിക്കും, ഞാൻ ഇനി പോകണ്ടേ എന്നൊക്കെ പറഞ്ഞ് മടിയായി കിടന്നുറങ്ങും. അത് പാടില്ല. അതൊരു മുസ്ലിമിന്റെ ക്ഷണം നമ്മൾ അത് അങ്ങനെ നിരസിക്കാൻ പാടില്ല. അത് പോകണം. എന്നാൽ അത് ശരിയാണ്, അവിടെ പോകുന്ന സ്ഥലത്ത് വളരെ വലിയ ഇഖ്തിലാത്തുണ്ട്. ആണും പെണ്ണും ഒക്കെ കൂടിക്കലർന്നിട്ടാണ് ഭക്ഷണ സ്ഥലത്തും ഇരിപ്പിടത്തിലുമൊക്കെ ആ രൂപത്തിലാണുള്ളത്. അല്ലെങ്കിൽ സംഗീത പരിപാടികളുണ്ട്, അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ഹറാമായ കാര്യങ്ങളുണ്ട്. ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും ഒക്കെ ആയി ആണും പെണ്ണും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയി ഇങ്ങനെ കൂടിക്കലർന്നിരിക്കുകയാണ് എങ്കിൽ അതൊന്നും സ്വീകരിക്കണമെന്ന് നിർബന്ധമില്ല, പാടില്ല. അത് സ്വീകരിക്കാൻ പാടില്ല. നമുക്ക് പോകാം. എപ്പോൾ മാത്രമാണ്? അവിടെ പോയി നമ്മൾ പറഞ്ഞ് ഇതാരെങ്കിലും ഒക്കെ നിർത്തിവെക്കുമെന്നുണ്ട് എങ്കിൽ, അങ്ങനെയുള്ള കഴിവും സ്ഥാനവും ഒക്കെ നമുക്കുണ്ട് എങ്കിൽ അവിടെ പോകണം, അത് നിർത്തിവെക്കണം. അതാണ് ഏറ്റവും അഫ്ളൽ. ഇനി അതിന് സാധിക്കുകയില്ല എന്ന് കണ്ടാൽ അതിന് മാറി നിന്നുകൊണ്ട് അവർക്ക് ഉപദേശിക്കുകയാണ് വേണ്ടത് എന്ന് മനസ്സിലാക്കുക. ഇനി അതല്ലാത്ത മറ്റ് വലീമകളല്ലാത്ത മറ്റ് ക്ഷണങ്ങളാണെങ്കിലോ അത് അസ്ല് തന്നെ മുസ്തഹബാണ്. ഒരാളൊരു വീട്ടിൽ കൂടലിന് വിളിച്ചു, അല്ലെങ്കിൽ ആ രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കി വിളിച്ചു, അത് അസ്ല് മുസ്തഹബാണ്. അത് പോകാത്തത് കൊണ്ട് കുറ്റമുണ്ടാവുകയില്ല. അവിടെയും നമ്മൾ ഈ പറഞ്ഞതുപോലെയുള്ള ഖായിദകൾ അത് പരിശോധിക്കണം. അനുവാദമുള്ള കാര്യത്തിൽ മാത്രമേ പോകാൻ പറ്റുകയുള്ളൂ. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാനുള്ളത്. നാലാമത്തെ ഫായിദയായിട്ട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന്റെ വീടുകളിൽ ഇങ്ങനെ സന്ദർശിക്കുമായിരുന്നു എന്നുള്ളതാണ്. അത് നമുക്ക് അറിയപ്പെട്ട കാര്യമാണ്. ആളുകൾ, നമുക്ക് ഇഷ്ടമുള്ള ആളുകളുടെ വീട്ടിൽ ഇടക്ക് പോയി സന്ദർശിക്കുക എന്നൊക്കെ ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ്. അവിടെ ഹൃദയങ്ങൾ തമ്മിൽ അടുക്കാനും അതുപോലെയുള്ള പരസ്പരം സ്നേഹം വർദ്ധിക്കാനും ഒക്കെ അത് കാരണമാകും. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, വലൈതന്നാസ യസ്തഅമിലൂന ഹാദാ വലൗ ഫി അഖാരിബിഹിം. സ്വന്തം കുടുംബക്കാരുടെ വിഷയത്തിലെങ്കിലും ജനങ്ങൾ ഈ കാലത്ത് ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നുള്ളത്. വമസ്അലത്തു സിയാറാത്തി ബൈനന്നാസി മഫ്ഖൂദ. അദ്ദേഹം 10-20 വർഷം മുമ്പുള്ള കാര്യമാണ് പറയുന്നത്. 10-20 വർഷം മുമ്പ് മരണപ്പെട്ടു പോയ പണ്ഡിതനാണ് റഹിമഹുല്ലാഹ്. കാരണം ജനങ്ങൾ പരസ്പരം ഇങ്ങനെ സിയാറത്ത് നടത്തുക, അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ഒക്കെ ഒന്ന് കാണുക എന്നുള്ളത് ഇന്ന് തീരെ ഇല്ലാതായിട്ടുണ്ട്. ഇല്ലാ മൻ ഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ച ചില ആളുകൾ ഒഴികെ അതിന് തീരെ ഇല്ലാതായിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് അതിനേക്കാളും കുറവാണ്. ചിലപ്പോൾ വളരെ അയൽവാസിയായിട്ട് ഉള്ളത് കുടുംബക്കാരൻ കൂടിയാണെങ്കിൽ അവനോട് 2 ഹക്കുണ്ട്. അയൽവാസിയാണെന്നുള്ള ഹക്കുണ്ട്, അതുപോലെ കുടുംബക്കാരനാണെന്നുള്ള ഹക്കുണ്ട്. അങ്ങനെ ധാരാളം ഹക്കുകളുണ്ട് കുടുംബക്കാരോട്. അപ്പൊ അങ്ങനെ അവരോട് ഇടയ്ക്ക് പോയി കാണാതിരിക്കുക, ഇതൊക്കെ ബന്ധത്തിൽ വിള്ളലുകൾ വരാനും പല സംശയങ്ങൾ ഉണ്ടാകാനും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധം പാടെ ഇല്ലാതാകാനും ഒക്കെ കാരണമാകും. അതുകൊണ്ട് കുടുംബക്കാരുടെ വീട്ടിൽ, അതുപോലെ നമ്മുടെ സ്നേഹിതന്മാരായ ആളുകളുടെ വീട്ടിലടക്കൊക്കെ സന്ദർശനം നടത്തുക. അവർക്ക് പ്രയാസമാകാത്ത രൂപത്തിലൊക്കെ പോയി സന്ദർശനമൊക്കെ നടത്തുക. അവർക്ക് മാനസികമായിട്ട് കൂടുതൽ അടുപ്പം ഉണ്ടാക്കാനൊക്കെ ശ്രമിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ സഹാബത്തിന്റെ വീടുകളിലൊക്കെ ഇടക്ക് പോകാറുണ്ടായിരുന്നു എന്നതാണ് ഒരു ഫായിദയായി
പറഞ്ഞിട്ടുള്ളത്. അഞ്ചാമതായി അദ്ദേഹം പറയുന്നത്, ഇങ്ങനെ ദഅവത്ത് സ്വീകരിച്ച ആളുകൾക്ക് അവർ ഇതിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പിൻപറ്റുന്നു എന്നുള്ള നിയ്യത്ത് അവർക്കുണ്ടാകേണ്ടതുണ്ട്. ഒന്ന്, ഇങ്ങനെ ഒരാൾ ദഅവത്ത് ഒരു ക്ഷണം തന്നു കഴിഞ്ഞാൽ അതിൽ പോകുക എന്നുള്ളത് അള്ളാഹുവിന് കൂലി കിട്ടുന്ന കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരാൾ ഒരു കാര്യത്തിന് ക്ഷണിച്ചാൽ അതിൽ കൂലി കിട്ടുന്ന കാര്യമാണ് എന്നുള്ള ചിന്ത ഉണ്ടാകണം. ഒരു ആദത്തായി പോകാൻ പാടില്ല. അതൊരു ഹഖുൽ മുസ്ലിമി അലൽ മുസ്ലിം എന്ന് പറഞ്ഞതിൽ ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിന്റെ മേലുള്ള ഹക്ക് എന്ന് പറഞ്ഞിട്ട് ഹംസുൻ 5 കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതിലൊരു കാര്യമാണ് ഇജാബത്തു ദഅവ. അവൻ ക്ഷണിച്ചാൽ സ്വീകരിക്കണമെന്നുള്ളത്. അത് ഏത് ക്ഷണമാകട്ടെ, അതിൽ വാജിബും സുന്നത്തും ഒക്കെ കൂലി കിട്ടുന്ന കാര്യം തന്നെയാണ്. മറ്റു മുൻകറാത്തില്ല എങ്കിൽ കൂലി കിട്ടുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ട് ആ ഒരു നിയ്യത്ത് ഉണ്ടാകണം. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ വിഷയത്തിൽ പിൻപറ്റുന്നുണ്ട് എന്നുള്ള നിയ്യത്ത് അവനുണ്ടാകേണ്ടതുണ്ട് എന്നാണ്. അടുത്തതായിട്ട് അദ്ദേഹം പറയുന്നത്, ഇങ്ങനെ ഒരാൾ ഒരു ഭക്ഷണവും മറ്റുമൊക്കെ കഴിച്ചാൽ ഈ ഒരു ഹദീസിൽ വന്നതുപോലെ വാ നമുക്ക് നിസ്കരിക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ജമാഅത്തായിട്ടൊരു നിസ്കാരം നമുക്കങ്ങനെ സംഘടിപ്പിക്കാൻ പറ്റുമോ? അദ്ദേഹം പറയുന്നു അത് പാടില്ല. കാരണം ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രത്യേകമായി അവിടെ ഇമാമായി നിസ്കരിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിന് ബറക്കത്തുണ്ട്. ആ തബറുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്, ബറക്കത്ത് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ശരീരത്തിന് ബറക്കത്തുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാതെ മറ്റാരുമില്ല, ഒരു സഹാബി പോലും ഇല്ല, പിന്നെ അല്ല അതിന് ശേഷമുള്ള ആളുകൾ. അതുകൊണ്ട് ഇന്ന് ഏതെങ്കിലും വലിയൊരു പണ്ഡിതനുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ മസ്ജിദിലെ ഇമാമുണ്ട്, ഖത്തീബുണ്ട്, വീടുണ്ടാക്കുന്ന സമയത്ത് അതല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ സമയത്ത് നമ്മുടെ മുസല്ലയിൽ വന്ന് നിസ്കരിപ്പിക്കാം എന്നൊരാൾ ധരിക്കുന്നുണ്ടെങ്കിൽ അത് ശരിയല്ല. കാരണം അങ്ങനെ അതിനൊരു പ്രത്യേക സുന്നത്ത് സഹാബത്തിൽ നിന്നും വന്നിട്ടില്ല. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആസാറിൽ ബറക്കത്തുണ്ട്. അവിടുന്ന് സ്പർശിച്ചാൽ അതിൽ ബറക്കത്തുണ്ട്, അവിടുന്ന് നിസ്കരിച്ചാൽ അതിൽ ബറക്കത്തുണ്ട്. ആ ബറക്കത്ത് അദ്ദേഹത്തിന് ആ സ്ഥലത്തിന് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്ബാൻ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ക്ഷണിച്ച് നിസ്കരിപ്പിച്ചത്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കത് ലഭിച്ചുകൊള്ളട്ടെ എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇവർക്ക് വേണ്ടി നിസ്കരിച്ചത്. ഇത് മറ്റുള്ള ആളുകളിൽ നിന്നും അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ നമ്മൾ പ്രത്യേകമായി ഒരു ഇമാമിനെ കൊണ്ടുവന്ന് വീട്ടിൽ വെച്ച് നിസ്കരിക്കുക എന്നുള്ള സുന്നത്തൊന്നും നമ്മൾ ചെയ്യാൻ അത് പാടില്ലാത്തതാണ്. ആറാമത്തത് ജവാസു സ്വലാത്തി അലൽ ഹുസുർ. ഇങ്ങനെയുള്ള പായകളിൽ വെച്ച് നിസ്കരിക്കൽ അനുവദനീയമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ളത്? അത് ചെറിയൊരു ഇഷ്കാലുള്ളൊരു വിഷയമുണ്ട്. റാഫിളകളായ ആളുകൾ അവർ നിസ്കരിക്കുന്ന സമയത്ത് അവരുടെ തലഭാഗത്ത് ചെറിയൊരു പായയുടെ ഭാഗം, അതല്ലെങ്കിൽ കർബലയിൽ നിന്ന് കൊണ്ടുവന്ന മണ്ണ് അത് ചുട്ടെടുത്ത് ഒരു വൃത്താകൃതിയിലോ അല്ലെങ്കിൽ ചതുരാകൃതിയിലോ ഒക്കെ ഉണ്ടാക്കിയിട്ട് അതിന്മേൽ സുജൂദ് ചെയ്യാറുണ്ട്. അപ്പൊ അതേപോലെ നമുക്ക് പായയിൽ ചെയ്യുന്നതിന് എന്തെങ്കിലും ഇഷ്കാലുണ്ടോ എന്ന് ധരിക്കേണ്ടതില്ല. അത് തലഭാഗത്ത് മാത്രമായി വെക്കുന്നതിനാണ് അത് നമുക്ക് പാടില്ലാത്തതായിട്ടുള്ളത്. മറിച്ച് നമ്മളൊരു നിലമല്ലാത്ത ഒരു പായ നമ്മൾ നിസ്കരിക്കുക എന്നുള്ളത് അതിൽ തെറ്റൊന്നുമില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അവിടുന്ന് അനസ് റളിയല്ലാഹു അൻഹു കൊണ്ടുകൊടുത്തപ്പോൾ അതിൽ തന്നെയാണ് നിസ്കരിച്ചത് എന്നുള്ളതാണ്. ഏഴാമത്തെ ഫായിദ, അന്നൽ ജമാഅത ഇദാ കാനു സലാസ ഫഅക്സർ ഫഇന്നൽ ഇമാമ യകൂനു അമാമഹും മുതഖദ്ദിമൻ അലൈഹിം. ഒരു ജമാഅത്ത് നിസ്കാരത്തിൽ 3 അതിലധികമോ ആളുണ്ട്, അതോ ഒരു ഇമാമും 2 ആളുകളും ഉണ്ടായാൽ 3 ആളുകളായി, അല്ലെങ്കിൽ അതിലധികമോ ഉണ്ടായാൽ എപ്പോഴും ഇമാമു മുൻപിൽ തന്നെ നിൽക്കുക എന്നതാണ് വേണ്ടത്. ആദ്യ കാലഘട്ടത്തിൽ, ശരീഅത്തിന്റെ ആദ്യ കാലഘട്ടത്തിൽ ഇങ്ങനെയാണ് ഉണ്ടായിരുന്നത്. 3 ആളുണ്ടായാൽ ഒരാൾ വലതുഭാഗത്ത് നിൽക്കുക, മറ്റൊരാൾ ഇടതുഭാഗത്ത് നിൽക്കുക എന്നുള്ളതാണ്. പിന്നീട് ആ ഒരു കാര്യം നസ്ഖ് ചെയ്യുകയും ദുർബലപ്പെടുത്തുകയും പിന്നീട് 3 ആളുണ്ടെങ്കിൽ 2 ആൾ പുറകിലും ഇമാമു മുൻപിലായി നിൽക്കുകയും ചെയ്യുക എന്നുള്ളത് അത് സ്ഥിരപ്പെടുകയും ചെയ്തു. എന്നാൽ ഒരു സ്ഥലമില്ലാത്ത സമയത്തോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സമയത്ത് ഇമാമിന്റെ അതേ സഫിൽ തന്നെ മഅ്മൂമിങ്ങൾ നിൽക്കുകയാണ് എങ്കിൽ അതിൽ തെറ്റില്ല. പക്ഷെ ഏറ്റവും അഫ്ളലായ രൂപം എന്ന് പറയുന്നത് ഇമാം മുന്നിൽ തന്നെ നിൽക്കുക, അതിനുശേഷം 2 ആളുണ്ടെങ്കിൽ ആ 2 പേരും പുറകിൽ നിൽക്കുക എന്നുള്ളതാണ് അവിടെ വേണ്ടത്. ഇത് ഒരു ഫായിദയായിട്ട് അദ്ദേഹം പറഞ്ഞതാണ്. എട്ടാമത്തെ ഫായിദ, അന്ന അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു കാന ഗുലാമൻ അദീബൻ ലബീബൻ. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു നല്ല അദബുള്ള, മര്യാദയുള്ള, ബുദ്ധിയുള്ള ഒരു കുട്ടിയായിരുന്നു എന്നാണ്. അദ്ദേഹം ചെറിയ കുട്ടിയായിരുന്നു. അദ്ദേഹമാണ് പടം എടുത്തു കൊണ്ടുവന്നിട്ട് അതിൽ വെള്ളം തളിച്ചിട്ടൊക്കെ കൊണ്ടുകൊടുക്കുന്നത്. ഇതിൽ നിന്നാണ് ഇദ്ദേഹം ഈ ഒരു ഫായിദയായി പറഞ്ഞത് അദ്ദേഹത്തിന് നല്ല ബുദ്ധിയുമുണ്ട്, നല്ല മര്യാദയുമുണ്ട്. കാരണം ഒരു അതിഥി വന്ന സമയത്ത് ചെറിയ കുട്ടിയാണ്, ഞാൻ എന്റെ പാട് നോക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ കളിച്ചിട്ടില്ല. ആ ചെറിയ പ്രായത്തിൽ തന്നെ നല്ല ബുദ്ധി ഉപയോഗിച്ചു. നിസ്കരിക്കാൻ വേണ്ടി അവിടെ തറയിൽ നിസ്കരിക്കാൻ പറഞ്ഞില്ല, അതിഥിയാണ്. അതുകൊണ്ട് ആ തറയിൽ നിസ്കരിക്കുന്നതിനേക്കാളും നല്ലതൊരു പായയിൽ നിസ്കരിക്കലാണ്. അതിൽ തന്നെ പൊടി കണ്ടപ്പോൾ അത് ഇങ്ങനെ പരുക്കനാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അതിൽ വെള്ളം തളിക്കുകയും അതൊന്ന് മൃദുലമാക്കുകയൊക്കെ ചെയ്തു. ആ ചെറിയ പ്രായത്തിൽ തന്നെ
ബുദ്ധിയും അതുപോലെയുള്ള മര്യാദയും ഒക്കെ ഉണ്ട്. നമ്മൾ പല കുട്ടികൾക്കും ചിലപ്പോൾ അത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അങ്ങനെ ചിലപ്പോൾ ഈ പ്രായം എന്നല്ല, ഒരു 15 വയസ്സ് കഴിഞ്ഞാൽ പോലും ഇങ്ങനത്തെ ഒന്നും കാര്യം ചിന്തിക്കാത്ത കുട്ടികളാണ് പലപ്പോഴും ഉണ്ടാകുക. മുൻകാലത്തൊന്നും ഇല്ലാത്ത പല മര്യാദകളും കുട്ടികൾക്ക് മറന്നുപോയിട്ടുണ്ട്. അതിഥി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവന്റെ മൊബൈലുമായിട്ടോ അല്ലെങ്കിൽ അവന്റെ കാര്യവുമായിട്ട് ചിലപ്പോൾ അവിടെ ഇരിക്കുന്നുണ്ടാകും. അതിഥി ചിലപ്പോൾ വാപ്പയോട് സംസാരിക്കുന്നുണ്ട്, ഇവന്റെ റൂമിൽ നിൽക്കുന്നുണ്ടാകും. അതൊന്നും മര്യാദയല്ല. മറിച്ചൊരു അതിഥി വന്നു കഴിഞ്ഞാൽ അവരെ പരിഗണിക്കേണ്ട രൂപത്തിൽ അത് പരിഗണിക്കണം. അവർക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഉപ്പയുടെ ഒക്കെ കൂടെ നിന്ന് അത് സഹായിച്ച് അത് എടുത്തുകൊണ്ട് കൊടുക്കുക. എന്താണോ വേണ്ടത് അത് ബുദ്ധിപൂർവ്വം മനസ്സിലാക്കി അത് ചെയ്തു കൊടുക്കുക എന്നതൊക്കെയാണ് കുട്ടികൾ ചെയ്യേണ്ടത്. അത് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്നും നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം വളരെയധികം മര്യാദയുള്ള വളരെയധികം ബുദ്ധിമാനായ ഒരു കുട്ടിയായിരുന്നു അദ്ദേഹത്തിന്റെ ചെറിയ പ്രായത്തിൽ പോലും എന്നതിൽ നിന്നും ഫായിദയായി പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇനി അടുത്ത് ഇബ്നു ഉസൈമിൻ റഹിമഹുല്ലാ അദ്ദേഹം ഒരു ചോദ്യമായിട്ടൊരു ഫായിദ പറയുകയാണ്. ഹൽ യൂഖദു മിനൽ ഹദീസി ഫായിദത്തുൻ വഹിയൽ അമലു ബിൽ ഇഹ്തിയാത്ത്. ഈ ഹദീസിൽ നിന്നും സൂക്ഷ്മതയ്ക്ക് വേണ്ടി ഉള്ള ഒരു പ്രവർത്തനം നമ്മൾ ചെയ്യണം എന്ന കാര്യം നമുക്ക് എടുക്കാൻ പറ്റുമോ? എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത്? ഇവിടെ പായൽ വെള്ളം കൊടുന്നതിന്റെ അടിസ്ഥാനത്തിൽ പല ശാരിഹ്യങ്ങളും ഷറഹ് ചെയ്യുന്ന പണ്ഡിതന്മാരും പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട്. ചിലർ പറഞ്ഞ അഭിപ്രായം എന്ന് പറഞ്ഞത്, ഏതെങ്കിലും ഒരു വസ്തുവിൽ നജസ് ഉണ്ടോ ഇല്ലേ എന്ന് സംശയം വന്നു കഴിഞ്ഞാൽ അതിൽ ഒന്ന് വെള്ളം കുടയുക എന്നുള്ളതാണ് വേണ്ടത്. അവർ ഈ ഹദീസിൽ നിന്നും അങ്ങനെ തെളിവ് പിടിച്ചതായി കാണാൻ സാധിക്കും. എന്നാൽ ഇബ്നു ഉസൈമിൻ റഹിമഹുല്ലാ അദ്ദേഹം അത് ശരിയല്ല, അങ്ങനെ ഒരു അതിര് കവിച്ചാൽ നമുക്ക് ആവശ്യമില്ല, എല്ലാ സ്ഥലത്തിലും അങ്ങനെ നജസുണ്ട് എന്ന് ധരിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ അതല്ലാത്ത മറ്റു ചില പണ്ഡിതന്മാർ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലയെ പോലെയുള്ള പല ഇമാം മാലിക്കിന്റെ മദ്ഹബിലൊക്കെ നമുക്കത് കാണാൻ സാധിക്കും. അവർ പറയുന്നത്, അങ്ങനെ ഒരു സ്ഥലത്ത് നജസ് ഉണ്ടോ ഇല്ലേ എന്ന് സംശയം വന്നാൽ ഒന്ന് വെള്ളം കുടയുക എന്നുള്ളത് അത് സുന്നത്താണ് എന്നാണ്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ 3 സ്ഥലത്താണ് ഷറയിൽ വെള്ളം കുടയൽ സുന്നത്തായിട്ടുള്ളത്, വെള്ളം കുടയൽ ഷറആയിട്ടുള്ളത് എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. ഒന്ന്, ചെറിയ ആൺകുട്ടി, ഭക്ഷണമൊന്നും കഴിക്കാത്ത ഒരു ആൺകുട്ടി മൂത്രമൊഴിച്ചു കഴിഞ്ഞാൽ ആ മൂത്രത്തിന്റെ നജസ് കളയാൻ നമുക്ക് നദ്ഹ മതി, ഇങ്ങനെ ഒന്ന് വെള്ളം കുടഞ്ഞാൽ മതി, കഴുകേണ്ട ആവശ്യമില്ല. മൂത്രമാണെങ്കിൽ പോലും കഴുകേണ്ട ആവശ്യമില്ല, ഒന്ന് നദ്ഹ ചെയ്താൽ മതി. നദ്ഹ എന്ന് പറഞ്ഞാൽ എന്താ വ്യത്യാസം? കഴുകലുമായി ബന്ധപ്പെട്ട് കഴുകി കഴിഞ്ഞാൽ വെള്ളം ഒലിച്ച് ആ വസ്തുവിന്റെ പുറത്തേക്ക് ഒലിച്ചു പോകും. എന്നാൽ നദ്ഹ വെള്ളം അവിടെ തന്നെ നിൽക്കും, അത് മതി. കാരണം അത് നജാസത്തുൻ ഖഫീഫയാണ്, നേർത്ത നജസാണ്. അതാണ് ഒന്നാമത്തത്. രണ്ടാമത്തത്, പുരുഷന്മാർക്ക് സംബന്ധിച്ചിടത്തോളം ലൈംഗികമായ ചിന്തകളോ മറ്റോ ഉണ്ടായി, അടിവസ്ത്രത്തിലോ മറ്റോ മതി ഉണ്ടായി കഴിഞ്ഞാൽ അത് വൃത്തിയാക്കാൻ, അത് നജസാണ്, പക്ഷെ നജാസത്തുൻ മുഖഫഫ, നേർത്ത നജസാണ്. അല്പം വെള്ളമെടുത്ത് അവിടെ തളിച്ചാൽ മാത്രം മതി, അത് മുഴുവൻ കഴുകണം എന്നവർക്ക് നിർബന്ധമില്ല. ഇങ്ങനെ ചെയ്താൽ മതി. ഇത് രണ്ടും വാജിബാണ്, ഇത് രണ്ടും വാജിബായ കാര്യമാണ്, സുന്നത്തല്ല. എന്നാൽ മൂന്നാമത് ഈ പറഞ്ഞത് സുന്നത്താണ്. അഥവാ ഒരു പ്രതലത്തിൽ നജസുണ്ടോ ഇല്ലേ എന്ന് സംശയം ഉണ്ടായാൽ, ഉറപ്പില്ല, സംശയം മാത്രം, അപ്പോൾ ഒന്ന് കുടഞ്ഞാൽ മതി എന്നാണ് പണ്ഡിതന്മാരിലധികവും പറഞ്ഞതായി കാണാൻ സാധിക്കും. എന്നാൽ ഇബ്നു ഉസൈമിൻ റഹിമഹുല്ലാഹ് പറയുന്നത് ഇവിടെ അങ്ങനെ അല്ല, അങ്ങനെ നമുക്ക് തെളിവെടുക്കേണ്ട ആവശ്യമില്ല. മറിച്ച് ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിഥിയാണ്, അപ്പൊ പായയിൽ ഉണ്ടാകുന്ന പൊടിയും അതുപോലെ അതിന്റെ പരുക്കൻ അവസ്ഥയൊന്നും അതിഥിക്ക് ഉണ്ടായിരിക്കേണ്ടതില്ല. പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അതുകൊണ്ട് ചെയ്തു എന്ന് വേണം കരുതാൻ എന്നാണ് ഇബ്നു ഉസൈമിൻ റഹിമഹുല്ലാഹ് പറയുന്നത്. വല്ലാഹു അഅലം. 10ാമത്തേത് അർറദ്ദു അല റാഫിള. റാഫിളകൾക്കെതിരെയുള്ള ഒരു മറുപടി ഇതിലുണ്ട്. എന്താണ് അവർക്കെതിരെയുള്ള മറുപടി? അവർ വാദിക്കുന്നത് അല്ലദീന യദ്ദഊന അന്നഹു ലാ യജൂസു സുജൂദു അലാ ശൈഇൻ മിൻ ഗൈരിൽ അർള്. ഭൂമിയിലല്ലാത്ത മറ്റൊന്നിനും എന്ത് ചെയ്യാൻ പാടില്ല, സുജൂദ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല, ഹറമിലൊക്കെ പോയി കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഷിയാക്കളായ ആളുകൾ അവർ കാർപ്പറ്റിൽ നിസ്കരിക്കുകയില്ല. അവർ പൊതുവെ നിസ്കരിക്കാൻ വരുന്നത് സമയം കഴിഞ്ഞിട്ടായിരിക്കും. അഹ്ലുസ് സുന്നത്തിന്റെ ഇമാമിങ്ങളുടെ പുറകിൽ അവർ ജമാഅത്തായി നിസ്കരിക്കുകയില്ല. ഇത്തരം ഷിയാക്കളായ ആളുകൾ അവർ നിസ്കരിക്കുന്ന സമയത്ത് അവർ കാർപ്പറ്റിന്റെ മുന്നിൽ വന്ന് നിൽക്കും. ഏറ്റവും ഒരു തൊട്ടടുത്ത് എന്തെങ്കിലുമൊക്കെ മാർബിളോ മറ്റോ കിട്ടുന്ന സ്ഥലത്ത് വന്ന് നിന്നിട്ട് അങ്ങനെ നിസ്കരിക്കുന്നത് കാണാൻ സാധിക്കും. ഇനി വേറെ ചിലർ മസ്ജിദിൽ വന്നാണ് നിസ്കരിക്കുന്നത് എങ്കിൽ, അങ്ങനെ നമ്മൾ കണ്ടിട്ടുള്ളത് വല്ല മോളുകളിലൊക്കെ പോയപ്പോഴാണ്, അല്ലാതെ അഹ്ലുസ് സുന്നത്തിന്റെ ആളുകളുടെ മസ്ജിദിലൊന്നും അവരെ നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ വന്നിട്ടുണ്ട് എങ്കിൽ അവർ എന്ത് ചെയ്യും? അവരുടെ കയ്യിലുള്ള ഈ കല്ലോ അല്ലെങ്കിൽ ചെറിയൊരു പായ പോലത്തെ ഒരു കഷ്ണമോ ഉണ്ടാകും, അത് തലയുടെ ഭാഗത്ത് വെക്കും. അതാണ് അവരുടെ വിശ്വാസം. ഭൂമിയിൽ വെക്കാൻ പാടില്ല എന്നുള്ളതാണ്. പിന്നെ ഈ രൂപത്തിൽ അവരിൽ കടുത്ത ഗുലാത്തുകളായ കടുത്ത വിഭാഗം, അവർക്ക് പായ ഒന്നും പറ്റൂല, പൂർണ്ണമായ ഭൂമിയെ പറ്റുകയുള്ളൂ. അവരിൽ കുറച്ച് കടുപ്പം കുറഞ്ഞ വിഭാഗത്തിന് ഇങ്ങനെയുള്ള ഈ പായൽ വെക്കാം.
കടുത്ത വിഭാഗത്തിന് ആ ഒരു മണ്ണിൽ മാത്രമേ വെക്കാൻ പറ്റൂ. ആ മണ്ണേ അവർ തലയിൽ വെക്കുകയുള്ളൂ. അത് റാഫിദുകളിൽ കടുത്ത വിഭാഗമാണ്. അതിലല്പം കുറഞ്ഞവരെയാണ് നമ്മൾ മറ്റ് പായകളും മറ്റും അങ്ങനെ മുറിച്ചു വെച്ച് തലഭാഗത്ത് സുജൂദ് ചെയ്യുന്നതായി കാണുന്നത്. ഇതുപോലെയുള്ള കാർപ്പറ്റുകളിൽ അവർ സുജൂദ് ചെയ്യുകയില്ല എന്നതാണത്. അതിന് എതിരാണ് ഈ ഹദീസ്. ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായ ഒരു വലിയൊരു പായയിൽ തന്നെയാണ് നിസ്കരിച്ചിട്ടുള്ളത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. സഹോദരങ്ങളെ, ഇവിടെ ഇബ്നു ഉസൈമിൻ റഹിമഹുല്ലാഹ് നമുക്ക് ഫായിദയുള്ള മറ്റൊരു കാര്യം പറയുന്നുണ്ട്. സുജൂദ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഇടയിൽ ഒരു മറയുണ്ടാകുക എന്ന വിഷയത്തിൽ അത് നമുക്ക് 2-3 രൂപത്തിൽ കാണാൻ സാധിക്കും. 3 ഖിസ്മുകൾ, 3ആയി വേർതിരിക്കാം. അതിൽ ഒന്ന് പാടില്ലാത്തതാണ്, മറ്റത് അനുവദനീയമാണ്. ഏതൊക്കെയാണത്? ഒന്നാമത്തെ അദ്ദേഹം പറയുന്നത് മാല യസിഹു മഅഹു അസ്സുജൂദ്. ഒരു മറയുണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് സുജൂദ് പറ്റുകയില്ല. എങ്ങനെയാണത്? ബിഅൻ തസ്ജുദ് അലാ ബഅദി അഅ്ളാഇ സുജൂദ്. നമ്മുടെ സുജൂദിന്റെ ചില അവയവങ്ങളുടെ മേൽ നമ്മൾ സുജൂദ് ചെയ്യുക. അഥവാ നമ്മുടെ 2 കൈകളും ചേർത്ത് വെച്ചിട്ടോ മറ്റോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ആകട്ടെ അതിന്റെ മുകളിലേക്കായിട്ട് നമ്മൾ തല വെക്കുകയാണ് എങ്കിൽ നമ്മുടെ സുജൂദ് ശരിയാവുകയില്ല, നിസ്കാരം തന്നെ ശരിയാവുകയില്ല. കാരണം നിസ്കാരം ശരിയാകണമെങ്കിൽ സുജൂദ് ശരിയാകണം. സുജൂദ് ശരിയാകണമെങ്കിൽ 7 അവയവങ്ങൾ നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ പതിക്കണം. നമ്മൾ കൈയുടെ മുകളിൽ തല വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നെറ്റിത്തടം അത് നിലത്ത് പതിച്ചിട്ടില്ല. നമ്മുടെ സുജൂദ് ശരിയാകാതെ വരും, അതോടെ നമ്മുടെ നിസ്കാരം ശരിയാകാതെ വരും. അത് ശ്രദ്ധിക്കുക. അങ്ങനെ ചെയ്യാൻ പാടില്ല. രണ്ടാമത്തെ ഇനം മാ യസിഹു മഅഹു സുജൂദ് ബിലാ കറാഹ. ഒരു കറാഹത്തുമില്ല, സഹീഹായി വരും. അഥവാ നമ്മളിപ്പോൾ ഈ മാറ്റിലൊക്കെയാണ് നമ്മൾ നിസ്കരിക്കുന്നത്, ഭൂമിയിലല്ല. കാർപ്പറ്റുകളിലും മാറ്റുകളിലും അതുപോലെയുള്ള തുണികളൊക്കെ നമുക്ക് വിരിച്ച് നിസ്കരിക്കാം. അഥവാ യഥാർത്ഥത്തിൽ ഭൂമിയും നമ്മുടെ ഇടയിലും ആ മാറ്റുണ്ട്. പക്ഷെ അത് ഒരു കറാഹത്തുമില്ല. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ നമുക്ക് നിസ്കരിക്കാം. നമ്മൾ സാധാരണ ഇങ്ങനെ നിസ്കരിക്കുന്ന എല്ലാ നിസ്കാരങ്ങളും ഇപ്പോൾ അങ്ങനെ തന്നെയാണ്. മൂന്നാമത്തേത് അത് കറാഹത്താണ്. എങ്ങനെ, ഏത് രൂപത്തിലാണ് കറാഹത്ത്? നമ്മൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം തന്നെ നമ്മളുടെയും സുജൂദ് ചെയ്യുന്ന സ്ഥലത്തിന്റെയും ഇടയിലായി വന്നു കഴിഞ്ഞാൽ അതിൽ കറാഹത്താണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ നെറ്റിത്തടത്തിന്റെ ഭാഗത്ത് വരുന്നതാണ്. അവിടെ പണ്ഡിതന്മാർ പറയുന്ന അയാൾ ധരിച്ചിരുന്ന തട്ടം അത് ഇങ്ങനെ നെറ്റിത്തടത്തിന് മുമ്പിൽ വെച്ചുകൊണ്ട് അതിലായിട്ട് സുജൂദ് ചെയ്യുക, അല്ലെങ്കിൽ അയാൾ ഏതെങ്കിലും രൂപത്തിൽ വസ്ത്രമുണ്ട് അത് നെറ്റിത്തടത്തിന്റെ ഭാഗത്താക്കി വെച്ചുകൊണ്ട് സുജൂദ് ചെയ്യുക, ഇത് കറാഹത്താണ് എന്നാണ്. ഷാഫിഈ മദ്ഹബിലൊക്കെ ഇത് ഹറാമാണ് എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. അല്ലാഹു അഅലം, ഇത് കറാഹത്താണ് എന്നാണ്. അതുകൊണ്ടാണ് സഹാബത്ത് അവർക്ക് ചെറിയ പ്രയാസം ഉണ്ടാകുന്ന സമയത്ത് അവർ അങ്ങനെ നെറ്റിയിൽ വെച്ചിരുന്നു എന്നാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു തന്നെ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, കുന്നാ നുസല്ലി മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ഹാജിറ. ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഹാജിറ, നല്ല കടുത്ത ചൂടുള്ള സമയമാണത്, ആ സമയത്ത് നിസ്കരിക്കുമായിരുന്നു. ഫഇദാ ലം യസ്തതി അഹദുനാ അയ്യുമക്കിന ജബ്ഹതഹു മിനൽ അർളി ബസത തൗബഹു ഫസജദ അലൈഹി. ഞങ്ങളിൽ ഒരാൾക്ക് ചൂടിന്റെ കാഠിന്യം കാരണത്താൽ നെറ്റിത്തടം താഴെ പതിപ്പിക്കാൻ സാധിക്കാതെ വന്നാൽ നമ്മുടെ സൗബ്, ശരീരത്തിലുള്ള വസ്ത്രം, അതേതുമാകാം, ചിലപ്പോൾ അവരുടെ തട്ടമായിരിക്കാം, അല്ലെങ്കിൽ അവിടെ വലിയ കൈയുള്ള സൗബായിരിക്കാം, അതിങ്ങനെ നീട്ടിവെച്ചിട്ട് അതിന് മുകളിൽ സുജൂദ് ചെയ്യുമായിരുന്നു എന്നാണ്. അപ്പൊ ഒരു ഹാജത്ത് വന്ന സമയത്ത് അവർ അത് ഉപയോഗിച്ചു. അപ്പൊ കറാഹത്തില്ല. ഏതെങ്കിലും ഒരു കറാഹത്തായ ഒരു വിഷയത്തിന് ഒരു ഹാജത്ത് വന്നാൽ, അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ആ കറാഹത്ത് ഉണ്ടാവുകയില്ല. അപ്പൊ അതുപോലെ കടുത്ത തണുപ്പുണ്ട്, അല്ലെങ്കിൽ കടുത്ത ചൂടുണ്ട്, അല്ലെങ്കിൽ സുജൂദ് ചെയ്യുന്ന സ്ഥലത്ത് നല്ല മുള്ളുകളോ അല്ലെങ്കിൽ ആ രൂപത്തിൽ ചിരളുകളോ ഒക്കെ ഉണ്ടെങ്കിൽ, ചരൽക്കല്ലുകളൊക്കെ ഉണ്ട് എങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. നമ്മുടെ കയ്യിലൊരു ടവലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ട്, അത് അവിടെ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? സുജൂദ് ചെയ്യാം. ഇപ്പൊ വേറൊരു ഉദാഹരണത്തിൽ പറയുകയാണെങ്കിൽ, ചില ആളുകൾക്ക് ഇപ്പൊ നിസ്കരിക്കുന്ന ഒരു സാധാരണ പായയാണ്, അവിടെ സുജൂദ് ചെയ്താൽ വല്ലാതെ അലർജി ഉണ്ടാകും എന്നൊരാൾ ഭയപ്പെടുകയാണ്. അയാൾ ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ സ്ഥലത്ത് സുജൂദ് നിങ്ങൾക്ക് അലർജി ഉണ്ടാകും, അയാൾക്ക് അനുഭവമുണ്ട്. ആ സമയത്ത് അയാൾക്ക് സുജൂദ് ചെയ്യുന്ന സമയത്ത് അയാളുടെ മുഖത്തിന്റെ ഭാഗത്ത് ഒരു ടവലോ മറ്റോ വിരിക്കുന്നത് തെറ്റില്ല. കാരണം എന്താണ്? കാരണം ഇങ്ങനെയുള്ളൊരു ഹാജത്ത് ഉണ്ടാകുന്ന സമയത്ത് അത് അവിടെ മാത്രമായി ചെയ്യുക എന്നുള്ളതും അനുവദനീയമാണ്. അതല്ലാത്ത സമയത്ത് നമ്മുടെ നെറ്റിത്തടത്തിന്റെ ഭാഗത്ത് മാത്രമായി ചെയ്യുക എന്നുള്ളത്, അത് പണ്ഡിതന്മാർ പറയുന്നത് അത് റാഫിളത്തിനോട്, ഈ ഷിയാക്കളോട് സാദൃശ്യപ്പെടലാണ്. അത് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പണ്ഡിതന്മാർ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തിയതായി കാണാൻ സാധിക്കും. 11ാമത്തെ ഫായിദയായി അദ്ദേഹം പറയുന്നത് ജവാസു മുസാഫത്തി സബിയി. ഒരു ചെറിയ കുട്ടിയെ, സബി എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തി എത്താത്ത, അഥവാ നിസ്കരിക്കാനൊക്കെ തുടങ്ങുന്ന 7 വയസ്സൊക്കെ ആയ പ്രായം മുതൽ പ്രായപൂർത്തി എത്താത്ത കുട്ടികളുണ്ടാവും. ആ കുട്ടികളെ സൊഫിലൊപ്പം നിർത്താം എന്നത് അനുവദനീയമാണ് എന്ന് ഈ ഹദീസിൽ കാണുന്നുണ്ട്. എന്താണത്? കുംതു അന വൽ യതീമു വറാഹു. ഞാനും യതീമും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വറായിൽ, പുറകിൽ നിന്നു എന്നാണ്. അപ്പോൾ എത്ര കൃത്യമായിട്ടാണ് അദ്ദേഹം തെളിവ് പിടിക്കുന്നത് എന്ന് നോക്കണം. അന വൽ യതീം എന്നാണ് പറഞ്ഞത്. യതീം എന്ന് പറയുന്നത് പ്രായപൂർത്തി എത്താത്ത ആളെ മാത്രമാണ്. ഒരു കുട്ടിക്ക് പ്രായപൂർത്തി എത്തിയാൽ പിന്നെ യതീം എന്ന് വിളിക്കുകയില്ല.
പ്രായപൂർത്തി എത്തിയാൽ പിന്നെ യത്തീം എന്ന് വിളിക്കുകയല്ലേ. നമ്മൾ യത്തീം എന്ന് വിളിക്കുന്നത് ഉപ്പ ഇല്ലാത്തൊരു കുട്ടിയെ നമ്മൾ യത്തീം എന്ന് വിളിക്കും. പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ പിന്നെ യത്തീമായ കുട്ടി എന്ന് പറയില്ല, പിന്നെ ആ വാക്കില്ല. അപ്പൊ ഇവിടെ അനവൽ യത്തീം എന്ന് പറയുന്നതിലൂടെ ചെറിയ കുട്ടിയാണ് ഒപ്പമുണ്ടായിരുന്നത് എന്ന് മനസ്സിലാക്കാം. കാരണം ചില മദ്ഹബുകളിൽ ചെറിയ കുട്ടിയാണ് എങ്കിൽ അതൊരു സഫായി പരിഗണിക്കുകയില്ല എന്നാണ്. എന്താണ് അതുകൊണ്ടുണ്ടാകുന്ന മസ്അല? ഒരു ഉദാഹരണത്തിന് ഒരു 8 വയസ്സുള്ള കുട്ടി നമ്മോടൊപ്പമുണ്ട് എങ്കിൽ നമുക്ക് ഇമാമിന്റെ പുറകിലായിട്ട് 2 ആളുകൾക്കും, ഞാനും ആ 8 വയസ്സുള്ള കുട്ടിയും, ഒരു സഫായി നമുക്ക് അവിടെ നിൽക്കാം. എന്നാൽ ചില മദ്ഹബുകളിൽ ആ സൊബീനെ, ചെറിയ കുട്ടിയെ സഫായി പരിഗണിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് ആ സന്ദർഭത്തിലും നമ്മൾ ഇമാമിനോടൊപ്പം തന്നെ ചേർന്ന് നിൽക്കണം. കാരണം എന്താണ്? കാരണം ഒറ്റക്കൊരു സൊഫിൽ നിന്ന് കഴിഞ്ഞാൽ, ഉദിറില്ലാതെ ഒറ്റക്കൊരു സൊഫിൽ വെച്ച് നിസ്കരിച്ചു കഴിഞ്ഞാൽ നിസ്കാരം ബാത്തിലാകും. അതുകൊണ്ട് ചെറിയ കുട്ടിയെ സൊഫിൽ ചേർക്കാൻ പറ്റുകയില്ല എന്നാണ് പല മദ്ഹബുകളിലുള്ളത്. എന്നാൽ ഇബ്നു ഉസൈമിൻ റഹിമഹുല്ലാ, അതുപോലെ ഇമാം അഹ്മദിന്റെ മദ്ഹബിലുമൊക്കെ അങ്ങനെ തന്നെയാണുള്ളത്. അവർ പറയുന്നത് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അതവിടെ യത്തീമാണ്, ഇപ്പോൾ പ്രായപൂർത്തി എത്താത്ത കുട്ടിയാണ്, ആ കുട്ടിയെ സഫായി പരിഗണിക്കാം. ഒരു കുട്ടിയാണുള്ളത് എങ്കിൽ നമുക്ക് രണ്ടാളായിട്ട് നിൽക്കാം. എന്നാൽ അതല്ലാത്ത ഒരു 3 വയസ്സോ 4 വയസ്സോ ഒക്കെ ആകുന്ന സമയത്ത് ഉള്ള ചെറിയ കുട്ടികളാണ്, അവർക്ക് നിസ്കാരം ബാധകം തന്നെയല്ല. അത്തരം കുട്ടികളാണ് ഉള്ളത് എങ്കിൽ, അഥവാ മൂന്നാമതായിട്ട് ഇമാമുണ്ട്, മഅ്മൂമായിട്ട് നമ്മളൊരാളുണ്ട്, ചെറിയൊരു കുട്ടിയുണ്ട് 2 വയസ്സോ 3 വയസ്സോ നിൽക്കാനൊക്കെ പറ്റുന്നത്, അപ്പോൾ നമ്മളൊരു സഫായി പുറകിൽ നിൽക്കരുത്. അപ്പോൾ നമ്മൾ ഇമാമിനോടൊപ്പം തന്നെ ചേർന്ന് നിസ്കരിക്കുക. അതല്ല 7 വയസ്സൊക്കെ കഴിഞ്ഞ് തമീസ് എത്തി, അല്ലെങ്കിൽ 6 വയസ്സായാലും തമീസ് എത്തും ചില പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ, നിസ്കരിക്കാനൊക്കെ കൃത്യമായി അറിയുന്ന കുട്ടിയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അതൊരു സഫായിട്ട് പുറകിൽ നിൽക്കാം എന്ന ഫായിദ ഈ ഹദീസിലുണ്ട് എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ ഖിലാഫുണ്ട്. ഞാൻ പറഞ്ഞു പല മദ്ഹബിലും ഖിലാഫുണ്ട്. അവർ ഖിലാഫ് ഉണ്ടാകാൻ കാരണം അവർ പറയുന്നത് ഇത് സുന്നത്ത് നിസ്കാരമാണ്, സുന്നത്ത് നിസ്കാരത്തിലുള്ളത് ഫർദിൽ പറ്റുകയില്ല എന്നാണ്. എന്നാൽ ഇബ്നു ഉസൈമിൻ റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നത് ഏത് കാര്യവും അത് സുന്നത്തിൽ സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ അത് ഫർദിലും സ്ഥിരപ്പെടും, അല്ലെങ്കിൽ പ്രത്യേകം തെളിവ് വരണം. അതുപോലെ ഫർദിൽ സ്ഥിരപ്പെടുന്ന എല്ലാ കാര്യവും സുന്നത്തിലും സ്ഥിരപ്പെടും, അല്ല എങ്കിൽ തെളിവ് വേണം. ഉദാഹരണത്തിന് ഫർദിൽ ഫാത്തിഹ റുക്കനാണെന്നുള്ളതിന് തെളിവുണ്ട്, അത് സുന്നത്തിലും അങ്ങനെ തന്നെയാണ്, അതിന് പ്രത്യേകിച്ച് തെളിവ് വേണ്ട. സുന്നത്തിന് ഫാത്തിഹ ആവശ്യമില്ല എന്ന് പറയാൻ പ്രത്യേകം തെളിവുണ്ടെങ്കിൽ അപ്പോൾ മാത്രമേ അത് പറ്റുകയുള്ളൂ. അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ്. ശരി, 12ാമത്തേത് അന്നൽ മർഅത തകൂനു ഖൽഫ റജുലി വലൗ കാനത് മിൻ മഹാരിമിഹി. ഒരു സ്ത്രീ മഹ്റമിൽപ്പെട്ട ആളായാൽ പോലും സ്ത്രീ എപ്പോഴും നിസ്കരിക്കുന്ന സമയത്ത് പുരുഷന്റെ പിന്നിലാണ് നിസ്കരിക്കേണ്ടത്. പുരുഷന്റെ പിന്നിലാണ് നിസ്കരിക്കേണ്ടത്. ഒരു ഭാര്യയും ഭർത്താവുമാണ് നിസ്കരിക്കുന്നത് എങ്കിൽ പോലും ഭാര്യ പിന്നിലാണ് നിൽക്കേണ്ടത്. ഉമ്മയും മകനുമാണ് നിസ്കരിക്കുന്നത് എങ്കിൽ പോലും ഉമ്മ പിന്നിലാണ് നിൽക്കേണ്ടത്. ഈ വിഷയത്തിൽ അറിവില്ലാത്ത ചില ആളുകളുണ്ട്. ചില ആളുകൾ ധരിക്കും ഒരു സ്ത്രീ ഖുർആൻ ക്ലാസ്സിനൊക്കെ പോയി, അവർക്ക് അത്യാവശ്യം കുറച്ച് ജുസ്ഉകൾക്ക് അറിയാം, ഖുർആനൊക്കെ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള സ്ത്രീകൾ ഒപ്പം നിൽക്കുക എന്ന് മാത്രമല്ല, ചിലപ്പോൾ ഇമാമ് തന്നെ നിന്നേക്കും. ഇമാമ് തന്നെ നിൽക്കുന്ന ചില സ്ത്രീകൾ ഉണ്ടാകും. എന്നിട്ട് പുറകിൽ 7 വയസ്സൊക്കെ ഉള്ള കുട്ടികൾ നിൽക്കും. അത് പാടില്ല. 7 വയസ്സുള്ള കുട്ടിയോട് നമ്മൾ നിസ്കാരം കൽപ്പിക്കേണ്ടതുണ്ട്. അങ്ങനെ കൽപ്പിക്കുന്ന സമയത്ത് ഈ സ്ത്രീയുടെ പുറകിൽ 7 വയസ്സുള്ള കുട്ടിക്ക് ഇമാമത്ത് നിൽക്കാൻ പാടില്ല. മറിച്ച് 7 വയസ്സുള്ള കുട്ടിക്ക് ഖുർആൻ ഓതാൻ അറിയുമെങ്കിൽ അവൻ ഇമാമ് നിൽക്കുകയും ചെയ്യാം. സ്വഹാബത്തൊക്കെ അങ്ങനെ നിന്നതായി നമുക്ക് തെളിവുണ്ട്. അതുകൊണ്ട് പുരുഷന്മാർ ഒരിക്കലും, ആൺകുട്ടികൾ ഒരിക്കലും സ്ത്രീകളുടെ പുറകിൽ ഇമാമായി നിൽക്കാൻ പാടില്ല. എന്നാൽ സ്ത്രീകൾക്ക് പരസ്പരം ആവാം. ഒരു സ്ത്രീ മറ്റു സ്ത്രീകൾക്ക് ഇമാമത്ത് നിൽക്കാം. ഇൻഷാ അല്ലാഹ് അടുത്ത അധ്യായം ബാബുൽ ഇമാമയാണ്, അവിടെ നമുക്കത് കൂടുതൽ വിശദീകരിക്കാം. ഇവിടെ നമ്മൾ പറഞ്ഞു വന്നത് ഒരു മഹ്റമിൽപ്പെട്ട സ്ത്രീ ആണെങ്കിൽ പോലും വേറെ സഫിലാണ് നിൽക്കേണ്ടത്. കാരണം പറഞ്ഞു വൽ അജൂസ് മിൻ വറാഇന, അജൂസ് വൃദ്ധയായ സ്ത്രീ നമ്മുടെ പുറകിലാണ് നിന്നത്. അത് 3 ഉണ്ടായി. ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, രണ്ടാമത്തത് അനസ് ബിൻ മാലിക്കും യതീം ഒരു സഫിൽ, മൂന്നാമത്തത് അഥവാ രണ്ടാമത്തെ സഫിൽ ഈ സ്ത്രീയാണ് ഉണ്ടായിരുന്നത്, മുലൈക്ക റളിയല്ലാഹു അൻഹയാണ് ഉണ്ടായിരുന്നത് എന്ന് ഇബ്നു ഉസൈമിൻ റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ്. 13ാമത്തെ ഫീഹി ദലീലുൻ അലാ ഈമാഇ ശർഇ ഇലാ അദമിൽ ഇഖ്തിലാതി ബൈന റിജാലി വന്നിസാ. ശറഇൽ ആണും പെണ്ണും ഒരു നിലക്കും കൂടിക്കലരാൻ പാടില്ല എന്നതിന് ഇതിൽ തെളിവുണ്ട് എന്നുള്ളതാണ്. എങ്ങനെയാണ് തെളിവാകുന്നത്? ഇവിടെ നോക്കണം. ഇവിടെ മഹ്റമായ സ്ത്രീയായിട്ട് പോലും എന്ത് ചെയ്തിട്ടില്ല? ഒരൊറ്റ സഫിൽ നിൽക്കാൻ അനുവദിച്ചിട്ടില്ല. യഥാർത്ഥത്തിൽ ഒരു പുരുഷൻ ഒറ്റക്കൊരു സഫിൽ നിന്ന് നിസ്കരിക്കുകയാണെങ്കിൽ, കാരണമില്ലാതെ ഒറ്റക്കൊരു സഫിൽ നിസ്കരിക്കുകയാണെങ്കിൽ, ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ അവന്റെ നിസ്കാരം ബാത്തിലാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുണ്ട്. ഒരു കാരണവുമില്ല, ഒറ്റക്കൊരു സഫിൽ നിൽക്കുകയാണെങ്കിൽ ബാത്തിലാകും. എന്നാൽ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ത്രീയുടെ പുറകിലും അങ്ങനെ നിസ്കരിച്ചാലും അത് അങ്ങനെ തന്നെയാണ്. പക്ഷേ ഒരു പുരുഷന്റെ പുറകിൽ സ്ത്രീ നിസ്കരിക്കുന്ന സമയത്ത് അവൾക്ക്
അനുവാദമുണ്ട്. കാരണം ആ പുരുഷന്റെ കൂടെ നിൽക്കുക എന്നുള്ളത് ശറഅ അനുവദിക്കുന്നില്ല. നേരത്തെ പുരുഷൻ ചെയ്യുന്ന സമയത്ത് ബാത്തിലാകുന്ന ഒരു കാര്യമായിട്ട് പോലും ഒരു സ്ത്രീയാണ് പുറകിലുണ്ട് എങ്കിൽ ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പുരുഷന്റെ കൂടെ നിൽക്കാൻ അനുവാദമില്ല എന്നുള്ളതാണ്. സ്ത്രീ എപ്പോഴും വേറെ തന്നെയാണ് നിൽക്കേണ്ടത് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണത്. അതുകൊണ്ട് തന്നെ ഇഖ്തിലാത്ത്, അത് നിസ്കാരത്തിന്റെ സമയത്ത് പോലും ഏറ്റവും ആളുകൾക്ക് ഭയഭക്തി ഉണ്ടാക്കുന്ന സമയമാണ് നിസ്കാരം. അവിടെ പോലും അത് അനുവദനീയമല്ല. അപ്പോൾ അതല്ലാത്ത സ്ഥലത്ത് അത് തീർച്ചയായും അങ്ങനെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 14ാമത്തെ പോയിന്റ് ആയിട്ട് പറഞ്ഞത് ഫീഹി ഇശാറത്തുൻ ഇലാ അന്നഹു ഇദാ തഅദ്ദറ അൽ മകാനു ഫി الصഫ് വസല്ലൈത വഹദക ഖൽഫ الصഫ് ഫഇന്ന സ്വലാതക ജായിസത്തുൻ. ഒരാൾക്ക് ഒരു ഉദുർ ഉണ്ടാവുകയും അങ്ങനെ ഒറ്റയ്ക്ക് ഒരു സഫിൽ നിൽക്കുകയും ചെയ്താൽ അത് ജായിസാണ്. എങ്ങനെയാണ് അതിന് ഉദാഹരണം? ഒരാൾ മസ്ജിദിലേക്ക് വരുന്ന സമയത്ത്, ഇവിടെ എത്തുന്ന സമയത്ത് ഈ ഒന്നാമത്തെ സഫ് പൂർത്തിയായി, പിന്നീട് രണ്ടാമത്തെ സഫേ ഉള്ളൂ. അയാൾക്ക് ഉദുറുണ്ട്. കാരണം ഇനി ഒന്നാമത്തെ സഫിൽ നിൽക്കാൻ ഒരു സ്ഥലവുമില്ല. സ്വാഭാവികമായി ഇത് ഉദറാണ്. ആ സമയത്ത് ആരെയും കാത്തു നിൽക്കേണ്ടത് പോലുമില്ല. അയാൾ നേരെ അയാൾക്ക് പുറകിൽ വെച്ച് നിസ്കരിക്കാം എന്നുള്ളതാണ്. ഈ ഹദീസിൽ നിന്നും എങ്ങനെയാണ് തെളിവ്? കാരണം ഇവിടെ ആ സ്ത്രീക്ക് ശറഅ് കൊണ്ട് ആ സഫിൽ നിൽക്കൽ അനുവദനീയമല്ലാതായപ്പോൾ അവർ ഒറ്റക്ക് പുറകിൽ നിന്നു. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒറ്റക്ക് നിൽക്കൽ അനുവദനീയമല്ല, കഴിയാത്ത സമയത്ത് ഇതുപോലെ പുറകിൽ നിൽക്കാം. ആ സ്ത്രീയുടെ നിസ്കാരം ബാത്തിലാകാത്തതുപോലെ തന്നെ ഒരു പുരുഷന്റെ നിസ്കാരവും നമുക്ക് കഴിയാത്ത സമയത്ത്, ഒരു സഫിൽ നിൽക്കാൻ കഴിയാത്ത സമയത്ത് പുറകിൽ നിൽക്കുക എന്നുള്ളത് അത് അനുവദനീയമാണ്. കാരണം ശരീഅത്തിന്റെ നിയമങ്ങളെല്ലാം തന്നെ പരസ്പരം പൂരകങ്ങളാണ്. അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചില സമയത്ത് ഇങ്ങനെ ഉണ്ടാവുക, ചില സമയത്ത് ഇങ്ങനെ ആവുക എന്നത് ഉണ്ടാവുകയില്ല. മറിച്ച് അവിടെ ഒരു ഉദുറുണ്ടാകുന്ന ശറഈയ ഒരു ഉദുറുണ്ടാകുന്ന സമയത്ത് സ്ത്രീക്ക് പുറകിൽ ഒറ്റക്ക് നിസ്കരിച്ചാൽ സഹിയാകുമെങ്കിൽ, ഇതുപോലൊരു ഉദുറുണ്ടാകുന്ന സമയത്ത്, കൗനിയായിട്ടുള്ളൊരു ഉദുറുണ്ടാകുന്ന സമയത്ത് പുരുഷനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ചെയ്യാം. അതാണ് ഏറ്റവും ശരിയായ അഭിപ്രായമായി ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നത്. ശരിയാണ്, ഇതൊരു ഖിലാഫുള്ള വിഷയമാണ്. അപ്പോൾ ആളുകൾ ചോദിച്ചേക്കാം, ചില ഹദീസിലുണ്ടല്ലോ ലാ സ്വലാത്ത ലിമുൻഫരിദിൻ ഖൽഫ الصഫ്, ഒറ്റക്ക് സഫിന്റെ പുറകിൽ ഒറ്റക്കായിട്ടുള്ളവന് നിസ്കാരമില്ല എന്നുണ്ടല്ലോ. എങ്ങനെയാണ് ഇതിന് മറുപടി പറയുക എന്നുള്ളതാണ്. ഭൂരിഭാഗം പണ്ഡിതന്മാരും ഇത് പറയുന്നത് ഇത് നഫ്യുൻ ലിസ്സിഹ അല്ല, സിഹത്തിന്റെ കാര്യമല്ല, മറിച്ച് നഫ്യുൻ ലിൽ കമാൽ, നിസ്കാരത്തിന്റെ പൂർത്തീകരണം, അതിന് പ്രതിഫലം കുറച്ച് കുറയും എന്നത് മാത്രമാണ് ഭൂരിഭാഗം പണ്ഡിതന്മാരും. മാലിക്കി മദ്ഹബിലും ഷാഫിഈ മദ്ഹബിലും ഹനഫി മദ്ഹബിലും ഇമാം അഹ്മദിന്റെ ഒരു റിവായത്തിലും ഒരു അഭിപ്രായത്തിലും ഒക്കെ അങ്ങനെ തന്നെയാണ് പറയുന്നത്. നിസ്കാരം ബാത്തിലാവുകയില്ല എന്നാണ്. ഒരു കാരണമില്ലെങ്കിൽ പോലും ഒരാൾ ഒറ്റക്കൊരു സഫിൽ നിന്നാൽ അല്പം പൂർത്തീകരണം, കൂലി കുറച്ച് കുറയും, ബാത്തിലൊന്നും ആവുകയില്ല എന്നാണ് ഭൂരിഭാഗം പണ്ഡിതന്മാരും പറയുന്നത്. ഇനി അതിന് നേരെ എതിരായിട്ടുള്ള അഭിപ്രായം, എന്ത് കാരണം ഉണ്ടായിട്ടും കാര്യമില്ല, ഇങ്ങനെ പുറകിൽ വെച്ച് നിസ്കരിച്ചു കഴിഞ്ഞാൽ നിസ്കാരം ബാത്തിലാകും. ലാഹിരികളുടെ ഒക്കെ കാഴ്ചപ്പാട് അങ്ങനെ തന്നെയാണ്. ഈ ഹദീസിന്റെ നേർക്കുനേരെ മനസ്സിലാക്കി ഒരു കാരണവും അവിടെ പരിഗണിക്കൂല. ഇവിടെ അവരുടെ അഭിപ്രായ പ്രകാരം ഈ സഫ് പൂർത്തിയായി, പിന്നീട് നീ ഒറ്റക്കേ ഉള്ളൂ, ആരും വരുന്നില്ല എങ്കിൽ സലാം വീട്ടുന്നത് വരെ നിസ്കരിക്കാൻ പാടില്ല എന്നതാണ് അവർ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, ഇതിന്റെ ഇടയിൽ ഒരു മധ്യമ നിലപാട് കാണാൻ സാധിക്കും. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ്, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഷെയ്ഖായ ഷെയ്ഖ് അബ്ദുറഹ്മാൻ നാസിർ സഅദി റഹിമഹുല്ലാഹ്, അതുപോലെ ധാരാളം മറ്റു പണ്ഡിതന്മാരും സ്വീകരിച്ചിട്ടുള്ള ഒരു നിലപാടുണ്ട്. അതെന്താണ്? ഇങ്ങനെ ഒരു ഉദുർ ഉണ്ട് എങ്കിൽ അവർക്ക് ഒറ്റക്ക് സഫിൽ നിൽക്കാം. ഈ ഹദീസിൽ നിന്നാണ് അവർ തെളിവ് പിടിച്ചിട്ടുള്ളത്. ഇങ്ങനെ ഒരു ഉദുർ ഉണ്ടാകുന്ന സമയത്ത് അവർക്ക് സഫിൽ നിൽക്കാം. ഉദുർ ഇല്ല എങ്കിൽ ആ നേരത്തെ വായിച്ച ഹദീസ് അത് അതുപോലെ തന്നെ മനസ്സിലാക്കണം, നിസ്കാരം ബാത്തിലാകും. അഥവാ ഇവിടെ വരുന്ന സമയത്ത് അവിടെ ഒന്നോ രണ്ടോ ആൾക്ക് നിൽക്കാനുള്ള ഒഴിവ് രണ്ടിലേതെങ്കിലും ഒരു ഭാഗത്തുണ്ട് എന്ന് കരുതുക. ഒരാൾ അത് കണ്ടിട്ടും മനസ്സിലാക്കിയിട്ടും ഒറ്റക്കൊരു സഫിൽ നിസ്കരിച്ചു കഴിഞ്ഞാൽ അയാളുടെ നിസ്കാരം ബാത്തിലാകും എന്നതാണ്. എന്നാൽ അയാൾ നോക്കുന്ന സമയത്ത് രണ്ട് ഭാഗവും പൂർണ്ണമാണ്, സഫ് പൂർത്തിയായിട്ടുണ്ട് എങ്കിൽ അയാൾ ഒറ്റക്ക് നിസ്കരിച്ചാൽ അയാളുടെ നിസ്കാരം സ്വഹീഹാകും. ഇതാണ് ഒരു മധ്യമ നിലപാടായിട്ട് പറഞ്ഞത്. എന്നാൽ നേരത്തെ പറയുന്ന ആളുകൾ വേറെ ചില ഇതിന് മറികടക്കാനുള്ള ചില രീതികൾ പറഞ്ഞതായി കാണാൻ സാധിക്കും. അതിൽപ്പെട്ടതാണ് മുൻപിൽപ്പെട്ട ഒരാളെ ഇങ്ങനെ പുറകിലേക്ക് വലിക്കുക എന്നുള്ളത്. അഥവാ മുമ്പിൽ നിൽക്കുന്ന ഒരാളെ വലിച്ചിട്ട് ഈ രണ്ടാമത്തെ സഫിലേക്ക് എത്തിക്കുക, അപ്പോൾ ഇയാൾ രണ്ടാളായി എന്ന് ചിലർ അഭിപ്രായപ്പെട്ടതായി കാണാൻ സാധിക്കും. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ഇങ്ങനെ ചെയ്യുന്നതിൽ ചില കുഴപ്പങ്ങളുണ്ട്, ചില പ്രശ്നങ്ങളുണ്ട്. എന്താണത്? നീ ഇങ്ങനെ ഒന്നാമത്തെ സഫിൽ നിൽക്കുന്ന ഒരാളെ വിളിക്കുന്ന സമയത്ത് നീ ചെയ്യുന്നതൊന്ന് അയാളുടെ അനുമതി ഇല്ലാതെ അയാളുടെ കാര്യത്തിൽ ഇടപെടുക എന്നൊരു കാര്യം നീ ചെയ്യുകയാണ്. അതുപോലെ തന്നെ അയാൾക്കൊരു വസ്വാസം, അയാൾക്കൊരു തശ്വീഷ് ഉണ്ടാക്കുകയാണ്. അയാൾക്ക്
പെട്ടെന്ന് ഇത് ഒരാൾ വലിക്കുന്ന സമയത്താണ് നിസ്കാരത്തിൽ ഖുശൂ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. മൂന്നാമത്തേത്, അയാൾ ഒരു ഫാദിലായ ശ്രേഷ്ഠതയുള്ള സ്ഥലത്താണുള്ളത്. ഒന്നാമത്തെ സഫിന്റെ ശ്രേഷ്ഠത നമ്മൾ അതിന്റെ ഹദീസിൽ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ആ ശ്രേഷ്ഠതയുള്ള സ്ഥലത്തിൽ നിന്ന് മഫ്ലൂലായ ശ്രേഷ്ഠത കുറഞ്ഞ സ്ഥലത്തേക്ക് നീ പിടിച്ചു വലിക്കുകയാണ്. ഇതെല്ലാം അയാളുടെ അനുമതി ഇല്ലാതെയാണ് നീ ചെയ്യുന്നത്. ഇതാണ് ഒന്നാമത്തെ ഒരു കാരണമായിട്ട് പറഞ്ഞത്. രണ്ടാമതായി അദ്ദേഹം പറഞ്ഞത്, മിക്കവാറും ഇങ്ങനെയുള്ള സമയത്ത് ഇയാൾക്ക് നിന്നോടൊരു വെറുപ്പുണ്ടാകും. ഒരു മുസ്ലിമിന്റെ ഖൽബിൽ നിന്നോടൊരു വെറുപ്പുണ്ടാക്കുക എന്നുള്ളത് അത് പാടില്ലാത്തതാണ്. അത് സംഭവിക്കാനുള്ള കാരണമുണ്ട്, സാധ്യതയുണ്ട്. മൂന്നാമതായി അദ്ദേഹം പറയുന്നത്, ഇവിടെ ഇബ്നു ഉസൈം റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, അദ്ദേഹം കേട്ടൊരു കാര്യമാണ്, ഉറപ്പില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം പറയാണ്, ചില ആളുകൾ ഇങ്ങനെ ചെയ്തത്രേ, മുമ്പിൽ നിന്ന് ഒരാളെ പിടിച്ച് പുറകിലാക്കിയിട്ട് ആ വന്ന ആൾ പോയി ഫ്രണ്ടിലത്തെ സഫിൽ കയറി നിന്നു. ഇങ്ങനെ പോലും സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞതായി കാണാൻ സാധിക്കും. അത് ഒരിക്കലും പാടില്ലാത്തതാണ്. അതിനേക്കാളും വലിയ ദുൽമാണ്. അയാളുടെ സ്ഥലം എടുക്കുക എന്ന് മാത്രമല്ല, എന്നിട്ട് അവിടെ പോയി ഇയാൾ നിൽക്കുകയും കൂടി ചെയ്യുക എന്നുള്ളത് അത് വലിയ ദുൽമാണ്. മറ്റേത് തന്നെ അത് അയാളോട് ചെയ്യുന്ന ഒരു അനീതിയാണ് എന്നാണ് പറയുന്നത്. മൂന്നാമതായി അദ്ദേഹം കാരണം പറയുന്നത്, ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് സഫിലൊരു വിടവുണ്ടാകും. ഒരാളെ വലിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായി ഒരാൾക്ക് നിൽക്കുന്ന വിടവ് അതുണ്ടാക്കും. അത് മുഖേന മുഴുവൻ സഫിലെ ആളുകളും അനങ്ങേണ്ട ഒരു അവസ്ഥയാണ്. പ്രത്യേകിച്ച് വലിയൊരു മസ്ജിദ് ആണെങ്കിൽ ആ സഫിന്റെ വിടവ് നികത്തണമെങ്കിൽ എന്ത് വേണം? രണ്ട് ഭാഗത്തുനിന്ന് ഇങ്ങനെ മുഴുവനായിട്ട് അനങ്ങേണ്ട ഒരു അവസ്ഥ ഉണ്ടാകും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്നെങ്കിലും പൂർണ്ണമായി അനങ്ങേണ്ട ഒരവസ്ഥ ഉണ്ടാകും. ഇത് ഈ കാരണങ്ങളെല്ലാം നിരത്തിക്കൊണ്ട് ഒരു മുൻപിൽ നിന്നും ഒരാളെ വലിച്ചു പുറകിലേക്ക് കൊണ്ടുവരിക എന്ന അഭിപ്രായം ദുർബലമായ അഭിപ്രായമാണ് എന്നാണ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നത്. പിന്നെ രണ്ടാമതായി ഈ ആളുകൾ ഇതിൽ നിന്ന് മറികടക്കാനുള്ള മറ്റൊരു മാർഗം പറയുന്നത്, പോയി ഇമാമിന്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. ഇമാമിനോടൊപ്പം കൂടെ നിൽക്കുക എന്നുള്ളതാണ്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നു, ഇതിലും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഇങ്ങനെ വലിയ സഫുകളുള്ള മസ്ജിദ് ആണെങ്കിൽ, ഇപ്പൊ ഒരു ഉദാഹരണത്തിന് 2 സഫ് അല്ലെങ്കിൽ 3 സഫ് കഴിഞ്ഞ് 4ാമത്തെ സഫിലാണ് ഈ ഒന്നാമത്തെ വ്യക്തി വരുന്നത് എന്ന് കരുതുക. ഇയാൾ ഈ 3 സഫും ചാടിക്കടന്നിട്ട് വേണം ഇമാമിന്റെ കൂടെ എത്താൻ വേണ്ടി. ഇനി ഒരുപാട് സഫ് ഉണ്ടെങ്കിൽ ഇതിന്റെ പ്രശ്നം അത്രയും പോകും. അത്രയും ആളുകൾ ഇങ്ങനെ ചാടിക്കിടക്കണം. നിസ്കരിക്കുന്ന ഒരുപാട് ആളുകൾ തശ്വീഷ് ഉണ്ടാക്കിയിട്ട് വേണം ഇമാമിന്റെ അടുത്തെത്താൻ. അങ്ങനെ ഇയാൾ വന്നിട്ട് ഇമാമിന്റെ അടുത്തെത്തും. ഇനി രണ്ടാമതൊരാൾ വരുമ്പോൾ അയാൾ ഒറ്റക്കായിരിക്കും. അയാളും ഇതുപോലെ ഒരുപാട് ആളുകൾ ചാടിക്കടന്നിട്ട് അയാൾ ഇമാമിന്റെ അടുത്തെത്തും. ഇനി മൂന്നാമതൊരാൾ ഈ രൂപത്തിൽ വന്നു കഴിഞ്ഞാൽ അയാളും ഒറ്റക്കായിരിക്കും. അയാൾ ഇങ്ങനെ ചാടിക്കടന്ന് ഇമാമിനോടൊത്തും. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്ന അവസാനം ചിലപ്പോൾ സ്ത്രീകളുടെ നിസ്കാരം പോലെയാകും. ഇമാമിന്റെ കൂടെ, പുരുഷനായ ഇമാമിന്റെ കൂടെ 2 ഭാഗത്തും ഒരുപാട് ആളുകൾ നിൽക്കുക. ഒരു ഇമാമിനെ പുറത്തുനിന്ന് നോക്കിയാൽ ഈ നിസ്കാരത്തിന് ഒരു ഇമാമുണ്ടോ എന്ന് പോലും നമുക്ക് സംശയിച്ചു പോകും. അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നതിനും തെളിവില്ല, ശർഈയായിട്ടും തെളിവില്ല, അഖ്ലിയായിട്ടും യാതൊരു തെളിവില്ല. അതുകൊണ്ട് ഈ 2 കൗലുകളും ബാത്തിലാണ്. ഈ 2 കൗലുകളും നമ്മൾ ചെയ്യാൻ പാടില്ല. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈ പറഞ്ഞതുപോലെ ഉദുറുണ്ട് എങ്കിൽ ഒറ്റക്കൊരു സഫിലായി നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവർ പറയാറുള്ളത് മറ്റൊരു ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു വ്യക്തി ഇങ്ങനെ നിസ്കരിച്ചപ്പോൾ പോയി മടക്കി നിസ്കരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത്, ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നത്, ഹാദിഹി ഖളിയത്തു ഐൻ, അതൊരു പ്രത്യേക വ്യക്തിയുടെ വിഷയത്തിൽ വന്നതാണ്. ഈ വിഷയത്തിൽ എന്താണെന്ന് വ്യക്തമായി വന്നിട്ടില്ല. ചിലപ്പോൾ അവിടെ മുൻപിൽ ഒരു സഫിൽ ഒരു ഒഴിവുണ്ടാകാം, എന്നിട്ട് അയാൾ ഒറ്റക്ക് നിസ്കരിച്ചതാകാം. അങ്ങനെ ഒരു സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ ഈ വ്യക്തിയുടെ നിസ്കാരത്തിൽ മറ്റെന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയുടെ വിഷയത്തിൽ ചെയ്ത പ്രവൃത്തിയെക്കാളും വ്യക്തമായി വന്ന കാര്യമാണ് നമ്മൾ മുന്തിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഒരു ഉദുറുള്ള സമയത്ത് നമുക്ക് ഇങ്ങനെ ഒറ്റക്ക് നിന്ന് നിസ്കാരം ആദ്യം മുതൽ അവസാനം വരെ ഒരാൾ നിസ്കരിച്ചാൽ അത് തെറ്റില്ല, അയാളുടെ നിസ്കാരം ബാത്തിലാവുകയില്ല എന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ സഫിന്റെ വിഷയത്തിൽ നമ്മൾ പറഞ്ഞതാണ്, സഫ് കെട്ടുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കണം. ആ സഫ് പൂർത്തിയായി എന്ന് ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ രണ്ടാമത്തെ സഫിൽ നിൽക്കാൻ പറ്റുകയുള്ളൂ. പറയുന്നത് ജവാസുൽ ജമാഅത്തി ഫിൻ നഫൽ, സുന്നത്ത് നിസ്കാരം ജമാഅത്തായി നിസ്കരിക്കാം എന്നുള്ളതിന് തെളിവാണിത്. കാരണം ഇതിൽ പറയുന്നുണ്ട്, ഫസല്ല ലനാ റകഅതൈനി സുമ്മ അൻസറഫ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് വേണ്ടി 2 റക്അത്ത് നിസ്കരിക്കുകയും പിരിഞ്ഞു പോവുകയും ചെയ്തു. വളരെ വ്യക്തമാണ്, ഇത് നിർബന്ധമായ ഒരു നിസ്കാരമല്ല, ഇതൊരു സുന്നത്ത് നിസ്കാരമാണ്. പക്ഷെ അതിലൊരു കാര്യമുണ്ട്, ഇതൊരു പതിവായി സ്വീകരിക്കാൻ പാടില്ല. എപ്പോഴെങ്കിലുമൊക്കെ ഒരാൾ ഇങ്ങനെ ജമാഅത്തായി ഒരു സുന്നത്ത് നിസ്കാരം നിസ്കരിച്ചു കഴിഞ്ഞാൽ അത് തെറ്റില്ല. അടുത്ത ഹദീസും ഇതിന്റെ തെളിവിന് പിൻബലം നൽകുന്നതാണ്. അത് കുഴപ്പമില്ല. എന്നാൽ ഒരാൾ എപ്പോഴും
സുന്നത്ത് നിസ്കാരം ഇങ്ങനെ ജമാഅത്തായി നിസ്കരിക്കാൻ തുടങ്ങിയാൽ അതൊരു ബിദ്അത്തായി തീരും. ഒരാൾ പറയുകയാണ് നമുക്ക് എപ്പോഴും സുബഹിക്കുമ്പോഴുള്ള 2 റക്അത്ത് റവാത്തിബ് സുന്നത്ത് ജമാഅത്തായി നിസ്കരിക്കാം എന്നൊരാൾ പറയുകയാണെങ്കിൽ അത് ബിദ്അത്തായി തീരും. അല്ലെങ്കിൽ എപ്പോഴും നമുക്ക് ദുഹാ നിസ്കാരം അല്ലെങ്കിൽ ഇഷ്റാഖിന്റെ സമയത്ത് നമ്മൾ നിസ്കരിക്കുന്ന ദുഹയുടെ ആദ്യ വക്ത് എപ്പോഴും നമുക്ക് ജമാഅത്തായി നിസ്കരിക്കാം എന്നൊരാൾ പറഞ്ഞാൽ അത് ബിദ്അത്തായി തീരും. അതല്ല എങ്കിൽ വല്ലപ്പോഴും ഒക്കെ ഒരു സുന്നത്ത് നിസ്കാരം അത് ഈ ജമാഅത്തായി നിസ്കരിക്കുകയാണ് എങ്കിൽ അതിൽ കുഴപ്പമില്ല എന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാമെന്നാണ്. അവസാന ഫായിദയായി പറയുന്നത് ഈ ഹദീസിൽ ജവാസു വസ്ഫിൽ ഇൻസാനി ബിമാ യദുല്ലു അലാ ദഅഫിഹി ബിശർത്തി അല്ലാ യതഅസ്സറ ബിദാലിക്. ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന എന്തെങ്കിലുമൊക്കെ ഒരു കുറവ് ആ വ്യക്തിക്ക് അതുകൊണ്ടൊരു പ്രയാസമൊന്നുമില്ല എങ്കിൽ അത് സൂചിപ്പിക്കുക എന്നുള്ളത് തെറ്റില്ല. എന്താണ് ഇതിൽ നിന്ന് എടുക്കാനുള്ള കാരണം? വൽ അജൂസ് മിൻ വറാഇന. അജൂസ് എന്ന് പറയുന്നത് അത്ര നല്ലൊരു വാക്കല്ല. വൃദ്ധയായ സ്ത്രീ എന്ന് പറയുന്നതാണ്. നമ്മളെ നാട്ടിൽ ചിലപ്പോൾ കിഴവി എന്ന് നമ്മൾ പറയും. അത് പൊതുവെ വയസ്സായ എല്ലാവരും ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ ഒരാൾക്കത് കുഴപ്പമില്ല എങ്കിൽ അങ്ങനെ അവരുടെ ഒരു ദുർബലത അത് സൂചിപ്പിക്കുന്നത് കൊണ്ട് തെറ്റില്ല. പക്ഷെ അവർക്കൊരു പ്രയാസമുണ്ടെങ്കിൽ അതൊരിക്കലും പാടില്ല എന്നാണ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നുണ്ട്. ഒരാൾക്ക് അയാൾ നീളം കുറഞ്ഞവനാണ്, അല്ലെങ്കിൽ നീളം കൂടിയവനാണ്, അല്ലെങ്കിൽ തടി കൂടിയവനാണ്, തടി കുറഞ്ഞതാണ് എന്ന് അയാൾ അഭിസംബോധന ചെയ്യുന്നത് അല്ലെങ്കിൽ അയാളെ കുറിച്ച് പറയുന്നത് അയാൾക്ക് സാധാരണ ആൾക്ക് ഇഷ്ടപ്പെടാത്തത് പോലത്തെ ഒരു കാര്യമാണെങ്കിൽ പാടില്ല. അതല്ലാതെ അയാൾ അത് അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് എങ്കിൽ അതിൽ തെറ്റില്ല എന്ന് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ പറഞ്ഞതായി കാണാൻ സാധിക്കും. അതൊരു കുത്തുവാക്കായി പരിഗണിക്കേണ്ടതില്ല എന്നും. അതല്ലാത്ത സമയത്ത് നമുക്ക് കുത്തുവാക്കുകൾ, അവഹേളിക്കുന്ന വാക്കുകൾ അത് പാടില്ലാത്തതാണ്. വൈലുൻ ലികുല്ലി ഹുമസത്തിൻ ലുമസ എന്ന് നമ്മൾ സൂറത്തുൽ ഹുമസയിൽ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. കുത്തുവാക്കുകളും അവഹേളിക്കുന്ന വാക്കുകളും പറയുന്ന ആളുകൾക്ക് നാശമെന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഈ ഹദീസിൽ വന്നത്. അടുത്ത ഹദീസ് ഈ ബാബു സുഫൂഫിൽ അവസാനത്തെ ഹദീസാണ്. അൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഖാല. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറഞ്ഞു, ബിത്തു ഇൻദ ഖാലതി മൈമൂന فقام النبي صلى الله عليه وسلم يصلي من الليل فقمت عن يساره فأخذ برأسي فأقامني عن يمينه. ഞാൻ ഒരിക്കൽ എൻ്റെ ഉമ്മയുടെ സഹോദരിയായ, ആരാണ് പറയുന്നത്? അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ. ഞാൻ ഒരിക്കൽ എൻ്റെ ഉമ്മയുടെ സഹോദരിയായ മൈമൂന റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ ഞാൻ രാത്രി താമസിക്കാൻ വേണ്ടി പോയി. നമ്മളൊക്കെ ചെറിയ കുട്ടികളൊക്കെ ആകുന്ന സമയത്ത് പലപ്പോഴും രാത്രി പാർക്കാനൊക്കെ പോകാറുണ്ട്. അതുപോലെ അദ്ദേഹം അങ്ങനെ പോയി. എന്നാൽ അദ്ദേഹം വെറുതെ തമാശക്കോ രസത്തിനോ വേണ്ടി പോയതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ദീന് പഠിക്കുന്നതിന് വേണ്ടി. എന്താണ് അള്ളാഹുവിന്റെ റസൂൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും എന്താണ് ചെയ്യുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയുമാണ് മൈമൂന റളിയല്ലാഹു അൻഹ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയാണ്. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ ചെയ്യുന്ന ഇബാദത്ത് എന്ന് പഠിക്കാനുള്ള അതീവ താല്പര്യം കൊണ്ടാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പോകുന്നത്. അദ്ദേഹത്തിന്റെ ചരിത്രം കണ്ടാൽ, വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹം ഏതെങ്കിലും ഒക്കെ ഒരു ഹദീസ് ഒരു സഹാബിയുടെ അടുക്കൽ ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അവിടെ എത്തുന്ന സമയത്ത് ഈ വ്യക്തി ഉറങ്ങുകയാണ് എന്ന് മനസ്സിലാക്കിയാൽ, ഖൈലൂലയുടെ സമയം മറ്റോ ആയാൽ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് വീട്ടിന്റെ ഉമ്മറപ്പടിയിൽ അവിടെ ഇരുന്നിട്ട് കാത്തു നിൽക്കും. ഈ വ്യക്തി ഉറങ്ങി എഴുന്നേൽക്കുന്നത് വരെ. ചിലപ്പോൾ എഴുന്നേൽക്കുന്ന സമയത്ത് ഈ സഹാബി ചോദിക്കും, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് വളരെ ശ്രേഷ്ഠതയുള്ള ആളാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യന്റെ മകനാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അത്രയും ഉള്ള ആദരവ് സഹാബത്തിനോടും അവർക്കുണ്ട്. അവർ പറയും, ഞങ്ങൾ അങ്ങോട്ട് വരുമായിരുന്നല്ലോ എന്ന് പറയും. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയും, ഇൽമെന്ന് പറയുന്നത് അത് നമ്മൾ നേടിയെടുക്കേണ്ടതാണ്. ഒരിക്കൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയുണ്ടായി, ബിമാ അദ്റക്തൽ ഇൽം, ഇൽം എങ്ങനെയാണ് താങ്കൾ കരസ്ഥമാക്കിയത്? അദ്ദേഹം പറഞ്ഞു, അദ്റക്തുൽ ഇൽമി ബിസലാസ്, 3 കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ ഇൽമ് കരസ്ഥമാക്കിയത്. ബിലിസാനിൻ സഊലിൻ വഖൽബിൻ അഖൂലിൻ വബദനിൻ ഗൈരി മലൂലിൻ. 3 കാര്യങ്ങൾ. ബിലിസാനിൻ സഊൽ, ധാരാളമായി ചോദിക്കണം. ചോദിക്കാൻ മടിയുണ്ടായ ആളുകൾക്ക് ഇൽമിട്ടുകയില്ല. ധാരാളമായി ചോദിക്കാൻ അനാവശ്യ ചോദ്യമല്ല, നമുക്ക് അറിയാത്ത മസലകളൊക്കെ ചോദിച്ചു പഠിക്കണം. കുട്ടികളൊക്കെ അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. അതല്ലാതെ ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ അതിന്റെ അപ്പുറത്തൊന്നും ചിന്തിക്കണ്ട എന്നല്ല. നമുക്ക് ആ കാര്യവും നേരത്തെ പറഞ്ഞ കാര്യവും തമ്മിൽ എന്തെങ്കിലുമൊക്കെ വൈരുദ്ധ്യം കണ്ടാൽ അതെന്താണ്, അതെന്തുകൊണ്ട് ഇങ്ങനെ വന്നു, അത് ചോദിച്ചു പഠിക്കണം അറിവുള്ള ആളുകളോട്. വഖൽബിൻ അഖൂൽ, നല്ല ചിന്തിക്കുന്ന നല്ല ബുദ്ധിയുള്ള ഹൃദയം. വബദനിൻ ഗൈരി മലൂൽ, ക്ഷീണം ഇല്ലാത്ത ശരീരം. അത് ക്ഷീണിക്കാതെ നമ്മളെപ്പോഴും പരിശ്രമിക്കണം. മടിയന്മാരായി കസൂലായി നിൽക്കാൻ പാടില്ല എന്നുള്ളത് അദ്ദേഹം പറഞ്ഞതായി കാണാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ ഫضൽ അത് ധാരാളമാണ്. അങ്ങനെ അദ്ദേഹം രാത്രി പാർക്കാൻ വേണ്ടി മൈമൂന റളിയല്ലാഹു അൻഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ, അവരുടെ അടുക്കലേക്ക് വന്നു. അങ്ങനെ അദ്ദേഹം രാത്രി കണ്ട ഒരു കാഴ്ചയാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാത്രി നിസ്കാരം അദ്ദേഹത്തിന് നമുക്ക് എത്തിച്ചു തരാൻ പറ്റി. ഫഖാമൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി എഴുന്നേറ്റു. എപ്പോഴാണ് എഴുന്നേറ്റത്, എത്ര മണിക്കാണ് എന്നൊന്നും ഹദീസിൽ വന്നിട്ടില്ല. യുസല്ലി മിനൽ ലൈൽ, രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കാനാണ്.
അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റിവായത്തും കാണാം. അദ്ദേഹം എന്താണ് രാത്രി എഴുന്നേറ്റാൽ ചെയ്യുന്നത്, അതൊക്കെ ചെയ്താണ്. അദ്ദേഹം അത് ഷോർട്ടാക്കി നമുക്ക് പറഞ്ഞു തന്നതാണ്. എഴുന്നേൽക്കാൻ വേണ്ടി നിസ്കരിക്കുന്നു. ഫഖുംതു അൻ യസാരിഹി, ഇവിടെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ദീർഘമായ ഹദീസിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത അതേ പ്രവൃത്തി ഞാനും ചെയ്തു. മിസ്വാക്ക് ചെയ്തു, വുളു എടുത്തു. അങ്ങനെ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇടത് ഭാഗത്തായിട്ട് ഞാൻ നിന്നു. ഫഅഖദ ബിറഅസി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ തലക്ക് പിടിച്ചു. ഫഅഖാമനി അൻ യമീനി, എന്നെ വലതു ഭാഗത്തേക്ക് ആക്കി എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. ഈ ഹദീസിൽ വലതു ഭാഗത്തേക്ക് ആക്കിയത് മുൻഭാഗത്തെ കൂടി പിടിച്ചിട്ടാണോ അതല്ല പിൻഭാഗത്തെ കൂടി പിടിച്ചിട്ടാണോ എന്നൊന്നും വന്നിട്ടില്ല. എന്നാൽ വേറെ ചില റിവായത്തിൽ, ഇമാം ബുഖാരി തന്നെ ഉദ്ധരിക്കുന്ന വേറെ ചില റിവായത്തിൽ വന്നതായി കാണാം, അന്നഹു അഖദ ബിറഅസിഹി മിൻ വറാഇഹി, എന്റെ പുറകിലൂടെയാണ്. കാരണം ഖിബലക്ക് മുന്നിലൂടെ നിസ്കരിക്കുന്നവന്റെ മുന്നിലൂടെ നടക്കാൻ പാടില്ല, അതുകൊണ്ട് എന്റെ പുറകിലൂടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ വലിച്ചത്. ഫജഅലഹു അൻ യമീനി, വലതു ഭാഗത്തേക്ക് ആക്കി. പണ്ഡിതന്മാർ പറഞ്ഞു ഇടത് കൈകൊണ്ട് തലയിൽ പിടിച്ചുകൊണ്ട്, ചെറിയ കുട്ടിയാണ്, ഇങ്ങനെ പുറകിലേക്ക് ആക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനങ്ങിയിട്ടില്ല, എന്നിട്ട് ബാക്കി വലത് കൈകൊണ്ട് പിടിച്ച് ഇങ്ങനെ വലതു ഭാഗത്തേക്ക് ആക്കുകയുമാണ് ചെയ്തത് എന്ന് പണ്ഡിതന്മാർ ഇതിനെ വിശദീകരിച്ചതായി കാണാൻ സാധിക്കും. ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട ഫായിദകളാണ് അടുത്തതായി പറയുന്നത്. ഒന്ന്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ബുദ്ധിയും അദ്ദേഹത്തിന് ഇൽമു പഠിക്കാനുള്ള താല്പര്യവുമാണ്. അദ്ദേഹം ചെറിയ കുട്ടിയാണ്, കളിച്ചു നടക്കുകയല്ല ചെയ്തത്. അദ്ദേഹത്തിന് പ്രായപൂർത്തി പോലും എത്തിയിട്ടില്ല. ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്തുള്ള ഒരു കാര്യമാണ് ഇത് പറഞ്ഞിരുന്നത്. അദ്ദേഹം ആ ചെറിയ പ്രായത്തിൽ പോലും അവിടെ തന്റെ ഉമ്മയുടെ സഹോദരിയുടെ വീട്ടിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയുടെ വീട്ടിലെത്തിയത് ഇൽമു പഠിക്കാനുള്ള താല്പര്യം കൊണ്ടാണ്. അതുകൊണ്ടാണ് രാത്രി അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റപ്പോൾ അറിയുന്നത്. നബി സല്ലല്ലാഹു ചില റിവായത്തിൽ കാണാൻ സാധിക്കും, അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാമ ബിഖ്തിഫാഇൻ ലിഅല്ലാ യസ്തൈഖിദൽ ഗുലാം, കുട്ടി ഉണരാതിരിക്കാൻ വേണ്ടി വളരെ പതുക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റത്. എന്നിട്ട് അതുപോലും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അറിഞ്ഞിട്ടുണ്ട്. കാരണം അദ്ദേഹം വന്നത് ഉറങ്ങാനല്ല, അദ്ദേഹം വന്നത് തമാശക്കല്ല, എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയിൽ ചെയ്യുന്നത് എന്നറിയുന്നതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെയാണ് ഈ ഹദീസൊക്കെ നമുക്ക് റിവായത്ത് ചെയ്ത് കിട്ടിയത്. അപ്പൊ ഒന്ന് അതാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ബുദ്ധി. രണ്ടാമത്, ജവാസു ബൈതൂതത്തിൽ ഇൻസാനി ഇൻദ റജുലി വഅഹ്ലിഹി ഇദാ കാന മിൻ മഹാരിമിൽ മർഅ, ഒരു സ്ത്രീ അവരുടെ മഹ്റമിൽപ്പെട്ട, ഇവിടെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു ഉമ്മയുടെ സഹോദരിയാണ്, മഹ്റമാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ വീട്ടിൽ, നമ്മുടെ മഹ്റമായ ആളുകളുടെ അടുക്കലേക്ക് പോയി നമുക്ക് താമസിക്കാം, അങ്ങനെ രാത്രി നമുക്ക് താമസിക്കാം, അതിന് തെറ്റില്ല. പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള മസ്ലഹത്തുണ്ട് എങ്കിൽ അവർ തെറ്റില്ല എന്നാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചില്ലല്ലോ, നീ എന്താണ് ഇവിടെ രാത്രി വന്ന് കിടക്കുന്നത് എന്നൊന്നും ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് അത് അനുവദനീയമാണ് എന്നാണ്. എന്നാൽ ഇബ്നു ഉസൈമിൻ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യം അസ്ല് ഇങ്ങനെയുള്ള രൂപത്തിലുള്ള ജായിസായ കാര്യം ചില പ്രത്യേക നാടുകളിൽ ഉറുഫ് മാറിക്കഴിഞ്ഞാൽ അവിടെ അങ്ങനെ ഒരു സമ്പ്രദായമില്ല, അതൊരു മോശമായി കണക്കാക്കുന്നെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് അദ്ദേഹം പറഞ്ഞതായി കാണാൻ സാധിക്കും. അടുത്ത ഫായിദ, മശ്റൂഇയ്യത്തു സലാത്തുൽ ലൈൽ, സലാത്തുൽ ലൈൽ ശറഅാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം അത് ദീർഘമായി വിശദീകരിക്കേണ്ട കാര്യമാണ്. നമുക്കറിയാവുന്ന, നമ്മൾ അതിൻ്റെതായ അധ്യായത്തിൽ ഇൻഷാ അല്ലാഹ് മനസ്സിലാക്കും. സലാത്തുൽ ലൈൽ, രാത്രിയിലുള്ള നിസ്കാരം, അത് വളരെയധികം ശറഅാക്കി, വളരെയധികം ഫദ്ലുള്ള കാര്യമാണ്. അതിൽ രാത്രി നിസ്കാരം അത് നിസ്കരിക്കാതെ ഒഴിവാക്കുന്ന ആളുകൾ അതിനേക്കാളും ഫദ്ലുള്ള കാര്യം ചെയ്യുന്ന ആളുകളായിരിക്കണം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം രാത്രി നിസ്കരിക്കാറുണ്ടായിരുന്നില്ല, മറിച്ച് അദ്ദേഹം രാത്രിയുടെ ആദ്യത്തിൽ തന്നെ വിത്റാക്കുമായിരുന്നു. കാരണം അദ്ദേഹം രാത്രി ഒരുപാട് നേരം ഹദീസ് പഠിക്കുന്ന ആളായിരുന്നു. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി അദ്ദേഹത്തിന് രാത്രിയുടെ അവസാന സമയത്ത് എഴുന്നേൽക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഇൽമു പഠിക്കുന്ന അങ്ങനെയുള്ള ആളുകൾക്ക് വേണമെങ്കിൽ രാത്രിയിൽ വിത്റാക്കാം. അതല്ലാത്ത ആളുകൾ രാത്രിയുടെ അവസാനത്തിൽ നിസ്കരിക്കുക എന്നുള്ളതാണ് അവർക്ക് ഏറ്റവും അഫ്ളലായിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നമ്മൾ ഇതിന്റെ മാതൃക കണ്ടു. അഞ്ചാമത്തെ ഫായിദയായിട്ട് പറയുന്നത്, ജവാസു സ്വലാത്തി നഫ്ലി ജമാഅത്തൻ. നേരത്തെ ഹദീസിൽ പറഞ്ഞ കാര്യമാണ്, സുന്നത്തായ നിസ്കാരം അത് ജമാഅത്തായി നിസ്കരിക്കാം എന്നുള്ളതിനുള്ള തെളിവ്. ഇവിടെ ഖിയാമുൽ ലൈൽ നമ്മുടെ തറാവീഹ് പോലെയല്ല. തറാവീഹിനെ സംബന്ധിച്ചിടത്തോളം അത് എല്ലാ ദിവസവും അഥവാ എല്ലാ റമദാനിലും 30 29 നിസ്കാരം നമ്മൾ പതിവാക്കിയാലും അത് തെറ്റല്ല. പക്ഷെ ഖിയാമുൽ ലൈൽ അഥവാ രാത്രി എഴുന്നേറ്റ് നമ്മൾ നിസ്കരിക്കുന്നത് അത് എല്ലാം ഒന്ന് തന്നെയാണ്. പക്ഷെ റമദാനിൽ നിസ്കരിക്കുന്ന, ഇശാക്ക് ശേഷം നിസ്കരിക്കുന്നതിന് തറാവീഹ് എന്ന് പറയുന്നു. അതിന്റെ അസ്ല് തന്നെ സുന്നത്താണ്, അഥവാ ജമാഅത്തായി നിസ്കരിക്കൽ സുന്നത്താണ്. എന്നാൽ ഖിയാമുൽ ലൈൽ അങ്ങനെയല്ല. എല്ലാ ദിവസവും ഒരാൾ ജമാഅത്തായി നിസ്കരിക്കാൻ പാടില്ല. ഇതുപോലെയുള്ള സമയത്ത് അങ്ങനെ എപ്പോഴുമൊക്കെ ഒരു ഭാര്യയും ഭർത്താവും എപ്പോഴെങ്കിലൊക്കെ ജമാഅത്തായി നിസ്കരിക്കുന്നു, അല്ലെങ്കിൽ ഒരു അതിഥി വന്നിട്ടുണ്ട്, അപ്പോൾ നല്ല ഖിറാഅത്തൊക്കെ അറിയുന്ന, ഓതാനൊക്കെ അറിയുന്ന ഒരു അതിഥിയാണ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പൊ അന്ന് രാത്രി വിളിച്ചിട്ട് നമുക്ക്
ജമാഅത്തായി നിസ്കരിച്ചാലോ എന്നൊരാൾ ചോദിച്ച് നിസ്കരിക്കുകയാണെങ്കിൽ തെറ്റില്ല. അങ്ങനെ വല്ലപ്പോഴും ഒക്കെ ചെയ്യുന്ന തെറ്റില്ല. പക്ഷെ എല്ലാ ദിവസവും രാത്രി ഒരാൾ 3 മണിക്ക് എഴുന്നേറ്റ് അല്ലെങ്കിൽ 4 മണിക്ക് എഴുന്നേറ്റ് ജമാഅത്തായി നിസ്കരിക്കുക എന്നുള്ളത് അത് പതിവാക്കാൻ പാടില്ല. കാരണം അതിന്റെ അസല് ജമാഅത്തായിട്ടല്ല, ഒറ്റക്കാണ്. ജമാഅത്തായിട്ട് അസലുള്ളത് അത് തറാവീഹ് നിസ്കാരമാണ്. ഇതിന്റെ ഫർക്ക്, ഇതിന്റെ വ്യത്യാസം മനസ്സിലാക്കേണ്ടതുണ്ട്. രണ്ടും വ്യത്യസ്ത സമയത്തും വ്യത്യസ്ത കാലഘട്ടത്തിലും നിർവഹിക്കുന്നു എന്നതേ ഉള്ളൂ. ഇതെല്ലാം മുഴുവനും ഖിയാമുൽ ലൈൽ തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇത് സുന്നത്ത് നിസ്കാരം ജമാഅത്തായി വല്ലപ്പോഴും നിസ്കരിക്കുക എന്നുള്ളത് അനുവദനീയമാണ്. ഇനി സഫുമായി ബന്ധപ്പെട്ട ഫായിദ എന്താണ്? സഫുമായി ബന്ധപ്പെട്ട ഫായിദ, ഒരു ജമാഅത്ത് നിസ്കാരത്തിന് 2 ആളെ ഉള്ളൂ, ഇമാമും മഅ്മൂമേ ഉള്ളൂവെങ്കിൽ ഒരിക്കലും ഇമാമിന്റെ ഇടതുഭാഗത്ത് വന്ന് നിൽക്കാൻ പാടില്ല. അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ബാത്തിലാകും എന്നതാണ് മദ്ഹബുകളിലൊക്കെ ഉള്ള അഭിപ്രായം. ബാത്തിലായി പോകും, നിസ്കാരം ബാത്തിലായി പോകും എന്നാണുള്ളത്. ഹറാമാണ് എന്നാണ് പറയുന്നത്, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അവർ അതിന് തെളിവായിട്ട് ഈ ഹദീസ് തന്നെയാണ് പറയുന്നത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിൽ ഒരു ആവശ്യമില്ലാതൊരു അനക്കം ചെയ്യുകയില്ല. ഇവിടെ ഒരുപാട് അനക്കങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 കൈകളും അനങ്ങിയിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ധാരാളം അനങ്ങിയിട്ടുണ്ടാകും. അപ്പൊ ഇത്രയും അനക്കങ്ങൾ ചെയ്തത് അങ്ങനെ നിസ്കരിക്കുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് അവർ പറയുന്നു അങ്ങനെ നിസ്കരിക്കാൻ പാടില്ല, ബാത്തിലാകുമെന്നുള്ളത്. എന്നാൽ ഇബ്നു ഉസൈമിൻ റഹിമഹുള്ളയെ പോലുള്ള ചില പണ്ഡിതന്മാർ പറയുന്നത് ബാത്തിലാകുമെന്ന് പറയാൻ സാധിക്കുകയില്ല. അങ്ങനെ കാരണം ബാത്തിലായിട്ടുണ്ടെങ്കിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയോട് അവസാനം പറയുമായിരുന്നു, നീ ഒന്നുകൂടി നിസ്കരിക്കണം. കാരണം ഒരു കാര്യം ബാത്തിലായി കഴിഞ്ഞാൽ പിന്നീട് അതിൽ തുടരാൻ പാടില്ല. വീണ്ടും തക്ബീറത്തുൽ ഇഹ്റാം കൈകെട്ടി തുടരേണ്ടതുണ്ട്. അതുകൊണ്ട് ബാത്തിലാവുകയില്ല, മറിച്ച് അത് പാടില്ല, അങ്ങനെ നിസ്കരിക്കൽ പാടില്ല, അത് നിസ്കാരം ബാത്തിലായി എന്ന് പറയൽ ഇബ്നു ഉസൈമിൻ റഹിമഹുല്ലാഹ് പറയുന്നു അത് ഒന്ന് പരിശോധിക്കേണ്ട കാര്യമാണ്. എന്നിരുന്നാലും നമ്മൾ 2 ആൾ ഉണ്ടാക്കുന്ന സമയത്ത് ഒരിക്കലും ഇമാമിന്റെ ഇടതുഭാഗത്ത് നിൽക്കാൻ പാടില്ല, മറിച്ച് വലതുഭാഗത്ത് മാത്രമേ നിൽക്കാൻ പാടുള്ളൂ. ഇനി വലതുഭാഗത്ത് നിൽക്കുന്ന സമയത്ത് തന്നെ ചില ആളുകൾ ചെയ്യുന്ന ഒരു അബദ്ധമാണ് ഇമാമിൽ നിന്നും ഒരല്പം പിന്തിയിട്ട് പുറകിലേക്ക് നിൽക്കുക എന്നുള്ളത്. നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് പറഞ്ഞതാണ്. അതും പാടില്ല. അതും വളരെ പിൽക്കാലക്കാരായ മദ്ഹബിന്റെ ചില പണ്ഡിതന്മാർ മാത്രം പറഞ്ഞ അഭിപ്രായമാണ്. അതല്ല എങ്കിൽ ഈ ഹദീസിലും നാം നേരത്തെ വായിച്ച അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിലും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇമാമിനോടൊപ്പം നമ്മൾ സാധാരണ എങ്ങനെയാണോ 2 മഅ്മൂമീങ്ങൾ സഫായി നിൽക്കുന്നത് അതുപോലെ തന്നെയാണ് 2 ആളുകൾ മാത്രമുള്ളപ്പോൾ ജമാഅത്തായി നിസ്കരിക്കേണ്ടത്. ഇമാമിന് വലതു ഭാഗത്ത് കാലിനോട് ചേർത്തിട്ട് തന്നെ ഒന്ന് മുൻപോട്ട് പോകാതെയോ പിൻപോട്ട് പോകാതെയോ നിൽക്കുക. ഇങ്ങനെയാണ് സഫ് കെട്ടേണ്ടത് എന്നാണ്. എന്നാൽ 3 ആളുണ്ടെങ്കിൽ ഏറ്റവും അഫ്ളലായ രീതി 2 പേരും പുറകിൽ നിൽക്കുക എന്നുള്ളതാണ്. വലതുഭാഗത്തും ഇടതുഭാഗത്തും നിൽക്കുക എന്നുള്ളത് ഇബ്നു ഉസൈമിൻ റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ അത് ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന നിയമമാണ്. പിന്നെ ഇത് നസ്ഖ് ചെയ്യപ്പെട്ടു. അതുകൊണ്ട് ഏറ്റവും അഫ്ളൽ ഇമാമ് മുൻപിൽ നിൽക്കുക, ബാക്കിയുള്ള 2 ആളുകളും താഴെ നിൽക്കുക, പുറകിലോട്ട് നിൽക്കുക എന്നുള്ളതാണ്. 8ാമത്തെ ഫായിദ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യുഖിറു അലാ ഖതഇ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തിന്മ ഒരിക്കലും അംഗീകരിക്കുന്നുണ്ടായിട്ടില്ല. ഈ ഖായിദയിൽ നിന്ന് വേറൊരു ഖായിദ മനസ്സിലാക്കാൻ പറ്റും. ഇതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന വേറൊരു വലിയൊരു ഫായിദയുണ്ട്. എന്താണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലുമൊക്കെ കാര്യം അവിടുത്തെ മുന്നിൽ സംഭവിച്ചിട്ട് മിണ്ടിയിട്ടില്ല എങ്കിൽ അതിന്റെ അർത്ഥം അത് ശരിയാണെന്നാണ്. ഒരിക്കലും തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ടുണ്ടാവില്ല, ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ മറന്നുപോയിട്ടുണ്ടാകും, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അറിവുണ്ടായിരിക്കില്ല. ഇങ്ങനെയുള്ള ന്യായങ്ങൾ പറയാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ എന്തെങ്കിലും ഒരു പ്രവൃത്തി നടന്നു കഴിഞ്ഞു, അവിടുന്ന് ഒരു വാക്ക് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല, ഒരു നീരസവും കാണിച്ചിട്ടില്ല എങ്കിൽ അത് അനുവദനീയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഖ്റാർ അതിനുണ്ട് എന്നാണ്. കാരണം ഇത് അനുവദനീയമല്ലാത്തത് കൊണ്ടാണ് ഇത് നിസ്കാരത്തിന്റെ ഇടയിൽ പിടിച്ച് വലതുഭാഗത്തേക്ക് ആക്കിയത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഒരു തെറ്റ് മുൻപിൽ കണ്ടു കഴിഞ്ഞാൽ മിണ്ടാതെ നിൽക്കുകയില്ല, ഉടനെ തന്നെ അവിടുന്ന് അത് പറയും എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാം. പിന്നീടുള്ളത് അന്നൽ ഹറക ഇദാ കാന ലിമസ്ലഹത്തി സ്വലാത്തി ഫഹിയ ജായിസ ബൽ മത്ലൂബ. നിസ്കാരത്തിന്റെ ഒരു മസ്ലഹത്തിന് വേണ്ടിയിട്ടുള്ള അനക്കങ്ങൾ അത് ജായിസാണ്, അത് ആവശ്യമായി നിർബന്ധമായി ചെയ്യേണ്ടതുമാണ്. കാരണം ഇങ്ങനെ ഒരു സമയത്ത് ഇത് പാടില്ലാത്തതാണെങ്കിൽ നിർബന്ധമായും ആ രൂപത്തിൽ ചെയ്യണം. അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മുടെ സഫ്. 2 ആളുകൾ നിൽക്കുന്ന ഒരു സഫിൽ ഒരാൾ പെട്ടെന്ന് വുളു മുറിഞ്ഞിട്ടോ മറ്റോ പുറകോട്ടേക്ക് പോയി, മറ്റേ ആൾ ഇങ്ങോട്ട് വന്ന് നിൽക്കുന്നില്ല എങ്കിൽ നമുക്ക് വലതുഭാഗത്തുള്ള ആളെ പിടിച്ചിട്ട് നമ്മുടെ സഫിലേക്ക് ചേർക്കാം. കാരണം സഫിന് വിടവ് വന്നിട്ടുണ്ട്. അപ്പൊ അത് നിസ്കാരത്തിന്റെ മസ്ലഹത്തിന് പറ്റുന്ന കാര്യങ്ങൾ അത് ചെയ്യാം, അത് തെറ്റില്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. അവസാനമായി വന്നത്
ഈ നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യമാണ്. ഒരാൾ ഇതേപോലെ നമ്മുടെ ഇടതുഭാഗത്തോ മറ്റോ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും മുൻപിലൂടെയല്ല അയാളെ പിടിച്ചു വലതുഭാഗത്തേക്ക് കൊണ്ടുവരേണ്ടത്, മറിച്ച് പുറകിലൂടെയാണ് കൊണ്ടുവരേണ്ടത്. കാരണം ചില റിവായത്തിൽ അത് ആ രൂപത്തിൽ തന്നെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. അവസാനം ഒരു ഫായിദ, തഫ്ലീലു യമീനിൽ ഇമാമി അല യസാരിഹി, ഇമാമിന്റെ വലതുഭാഗമാണ് ഇടതുഭാഗത്തിനേക്കാളും ശ്രേഷ്ഠതയുള്ളത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഇവിടെ ഇടതുഭാഗത്ത് നിന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ അത് നിർബന്ധമായും വരലുമാണ്, അത് ഫضലുമുണ്ട് എന്നുള്ളതാണ്. എന്നാൽ അവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതും നിരുപാധികമല്ല. ഇപ്പൊ ഒരു സൊഫിൽ നമ്മൾ ചില ആളുകൾ അങ്ങനെ തെറ്റിദ്ധരിക്കാറുണ്ട്. അങ്ങനെ ചില മസ്ജിദിലേക്ക് പോയാൽ നമ്മൾ കാണും വലതുഭാഗത്ത് ഒരു 10 ആൾ നിൽക്കുന്നുണ്ടാവും, ഇടതുഭാഗത്ത് 3-4 ആളുകൾ നിൽക്കുന്ന അവസ്ഥയായിരിക്കും. വലതൊരു ഭാഗത്തിന് ആ നിലക്ക് ഫضലുണ്ട് എന്നുള്ളതാണ്. ഇവിടെ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇമാമിനോട് അടുത്ത് നിൽക്കുക, ഖുർബുൽ ഇമാം എന്ന് പറയുന്ന കാര്യം അതും ഫضലുള്ളതാണ്. അതുപോലെ ഇമാമിന്റെ വലതു ഭാഗത്ത് ആവുക എന്നുള്ളതും ഫضലുള്ളതാണ്. ഇത് രണ്ടും തമ്മിൽ ഏറ്റുമുട്ടുന്ന സമയത്ത് ഖുർബുൽ ഇമാമിനെയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. എങ്ങനെയാണത്? ഇപ്പോ വലതു ഭാഗത്ത് 8ാമത്തെ ആളായി നിൽക്കുക എന്നതിനേക്കാളും ഇടതുഭാഗത്ത് 3-മതോ 4-മതോ ആയിട്ട് നിൽക്കുക എന്നുള്ളതാണ് വേണ്ടത്. കാരണം അതാണ് ഇമാമിനോട് അടുത്ത് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ സൊഫ് കെട്ടുന്ന സമയത്ത് ആദ്യം ഒരാൾ വലതുഭാഗത്ത് നിൽക്കുന്നു, അടുത്തയാൾ ഇടതുഭാഗത്ത് നിൽക്കുക, പിന്നെ വരുന്നയാൾ വലതുഭാഗത്ത് നിൽക്കുക, പിന്നെ വരുന്നയാൾ ഇടതുഭാഗത്ത് നിൽക്കുക. അങ്ങനെ വലത് പിന്നെ ഇടത്, വലത് പിന്നെ ഇടത്, അങ്ങനെയാണ് ചെയ്യേണ്ടത്. അതാണ് അഫ്ളൽ. അതല്ലാതെ വലതുഭാഗത്തുള്ള ആളുകൾക്ക് നിരുപാധികമായി അതാണ് ശ്രേഷ്ഠത എന്ന് മനസ്സിലാക്കി ഇടതുഭാഗത്തേക്ക് പൂർത്തിയാക്കാതെ നിൽക്കുക എന്നുള്ളത് പാടില്ലാത്തതാണ്. ഇത്രയും കാര്യമാണ് ഈ അധ്യായത്തിലുള്ളത്. ഇതോടുകൂടി ബാബു സുഫൂഫ് എന്ന് പറയുന്ന അധ്യായം ഇവിടെ കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച ബാബുൽ ഇമാമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹദീസുകളാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ കേൾക്കുന്നതും പഠിക്കുന്നതുമായ കാര്യങ്ങൾ നമുക്ക് ജീവിതത്തിൽ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ സഹോദരങ്ങളിൽപ്പെട്ട 2-3 ആളുകൾ ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ വ്യത്യസ്ത സ്ഥലങ്ങളിലായി അപകടത്തിൽ മരണപ്പെട്ടിട്ടുണ്ട്. ഒരാൾ കണ്ണൂർ തലശ്ശേരിയിലാണ്, വേറൊരാൾ നമുക്ക് വിവരം കിട്ടിയത് പാണ്ടിക്കാടാണ്, വേറൊരാൾ തൃശ്ശൂർ ജില്ലയിലാണ്, വാടാനപ്പള്ളിയിലാണ്. വളരെ ചെറിയ പ്രായക്കാരായ ആളുകളാണ്. അവർ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അലംഘനീയമായ വിളിക്കുത്തരം നൽകി പോയിരിക്കുകയാണ്. അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. അവർക്ക് മഗ്ഫിറത്തിനും അതുപോലെ ഖബർ വിശാലമാകാനും അവരുടെ കുടുംബങ്ങൾക്ക് ക്ഷമയുണ്ടാകാനും പെട്ടെന്നുണ്ടായ ഈ ഒരു ദുരന്തത്തിൽ അവർക്ക് മരണപ്പെട്ടതിൽ ക്ഷമ അവലംബിക്കാനും ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെയൊക്കെ അവസ്ഥ ഇങ്ങനെ തന്നെയായിരിക്കും. നമ്മളൊക്കെ ഇങ്ങനെ പ്രായമായിട്ട് എപ്പോഴെങ്കിലൊക്കെ മരിക്കുകയുള്ളൂ എന്നൊരു കുട്ടിയും വിചാരിക്കേണ്ടതില്ല. ഇതിൽ മരിച്ചൊരു കുട്ടി നമ്മുടെയൊക്കെ ഇവിടെയൊക്കെ ഉള്ള പല ഉസ്താദുമാരായിട്ടൊക്കെ ബന്ധമുള്ള വെറും 20-21 വയസ്സുള്ള ഒരു കുട്ടിയാണ്, പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ്. ദീന് പഠിക്കാൻ അങ്ങേയറ്റം താല്പര്യമൊക്കെ കാണിച്ചിട്ടുള്ള ഒരു LLB വിദ്യാർത്ഥിയായിരുന്നു. അതുപോലെ മറ്റു ആളുകളും വലിയ പ്രായക്കാരായ ആളുകളായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക, അതിനുവേണ്ടി തയ്യാറാകുക. നമ്മളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ തിന്മകളോ അതുപോലെയുള്ള ഇടപാടുകളോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ട് എങ്കിൽ അതെല്ലാം കൃത്യമാക്കിക്കൊണ്ട് ഏത് നേരം മരണപ്പെട്ടാലും നമുക്ക് അള്ളാഹുവിൽ രക്ഷയുണ്ടാകും എന്നുള്ള നിലക്കുള്ള പ്രവർത്തനങ്ങൾ നമ്മളിൽ ഉണ്ടാകുക. തിന്മകൾ സംഭവിച്ചു പോയിട്ടുള്ള ആളുകൾ ആത്മാർത്ഥമായി തൗബ ചെയ്യുക, അള്ളാഹുലേക്ക് കരഞ്ഞ് നമ്മൾ അടുക്കുക. ഇത് മാത്രമേ നമുക്ക് തയ്യാറാകാനുള്ളൂ. മറ്റൊന്നും കൊണ്ട് നമുക്ക് തയ്യാറാകാൻ സാധ്യമല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല മരിച്ചുപോയ ആളുകൾക്ക് മഗ്ഫിറത്തും റഹ്മത്തും അവരുടെ ഖബർ വിശാലമാക്കുകയും ചെയ്യുമാറാകട്ടെ. അവർ അള്ളാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് രക്ഷിക്കുകയും സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. നമുക്കെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല ഹുസ്നുൽ ഖാത്തിമ, നല്ലൊരു അന്ത്യം നൽകുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാം സ്വർഗ്ഗത്തിൽ ഒരുമിപ്പിക്കുമാറാകട്ടെ. വല്ലാഹു അഅലം. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.